8,500 ആണ്. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഏകദേശം 5,000 ഒക്കെ വരുള്ളൂ. ഒരു 1440 കെറ്റിലിന് ഏകദേശം 700 രൂപ വരുള്ളൂ. ഇപ്പം എങ്ങനത്തെ ഐറ്റംസ് ആയാലും ഇവിടെ എടുക്കുന്നത് ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല. ഒരു 19,000 വരുന്നതാണ്. അതിന് എക്സ്ചേഞ്ച് വരുന്ന സമയത്ത് ഏകദേശം ഒരു 14 ആ റേഞ്ച് വരും. ഇഡ്ഡലിയും നമുക്ക് കെറ്റിലിൽ ഉണ്ടാക്കാൻ പറ്റില്ല. പ്രസ്റ്റീജിന് ചൂരും വരുന്നുണ്ട് കേട്ടോ. എനിത്തിങ് ഫോർ എനിത്തിങ്, എന്തിനും എന്തും എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. 9,000 ആണ്. ഇത് എക്സ്ചേഞ്ച് വരുമ്പോൾ ഏകദേശം 6,000 വരും. ഓഫർ ഉണ്ട്, എക്സ്ചേഞ്ച് ഓഫർ നടക്കുന്നുണ്ട്. ഉള്ളതാണോ? എന്തായാലും ഇത് കൊടുത്തിട്ട് എന്റെ കിച്ചൺ മൊത്തം പ്രസ്റ്റീജ് ആക്കാൻ പോവാണ്. നമ്മളൊരു ഏണി ഉണ്ട്. പ്രസ്റ്റീജിന് ഏണിയോ? ഏണി ഫുഡ് എന്ന് പറഞ്ഞാലേ ഇത് ഹാൻഡ്സ് ഫ്രീ ആണ്. പ്രസ്റ്റീജുകാർക്ക് വാക്യൂം ക്ലീനറോ? 6,995 ആണ് പ്രൈസ്. ഇപ്പോൾ ഓഫറിൽ 3,995 ഉള്ളൂ. കുക്കർ വേണോ? കുക്കർ. തവ വേണോ? തവ. ഇതൊന്നും നിങ്ങൾക്കുള്ളതല്ല കേട്ടോ. അതാ ഇത്രയും വൃത്തികെട്ട രീതിയിൽ നമുക്ക് ഇതാ കൊടുക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടേക്ക്. അപ്പം നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ആലുവയിൽ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് കമ്പനി സ്റ്റോറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ എന്ത് ടൈപ്പ് ഐറ്റംസ് ആയിക്കോട്ടെ ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് പുതിയത് പ്രസ്റ്റീജിന്റെ ബ്രാൻഡഡ് ഐറ്റംസ് നമ്മുടെ കിച്ചണിൽ മൊത്തം അങ്ങനെ നിറയ്ക്കുക. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഇതാ വില്ലേജ് ഓഫീസ്. ഈ കാണുന്നതാണ് വില്ലേജ് ഓഫീസ്. ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഷോറൂം അല്ല, സ്റ്റോർ, കമ്പനി സ്റ്റോറാണ് പ്രസ്റ്റീജിന്റെ. അപ്പൊ നമുക്ക് കയറി നോക്കിയാൽ എന്തൊക്കെയാ ഓഫേഴ്സ് നടക്കണം. അങ്ങനെ പ്രസ്റ്റീജിന്റെ എല്ലാ തരം ഐറ്റംസ് ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഇത് കൊടുത്തിട്ട് എന്റെ കിച്ചൺ മൊത്തം പ്രസ്റ്റീജ് ആക്കാൻ പോവാണ്. വരൂ. കൈ നിറയെ സാധനങ്ങൾ അപ്പൊ തുറന്നു തരാണ്ട് പറ്റില്ല. ഇവിടെ എന്തോ ഓഫർ നടക്കുന്നുണ്ടെന്ന് പറയണേ. എക്സ്ചേഞ്ച് ഓഫർ നടക്കുന്നുണ്ട്. ഉള്ളതാണോ? അപ്പൊ ഇനിയും വീട്ടിൽ വേണ്ട സാധനങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെ കിട്ടാൻ എനിക്ക്? എന്ത് വേണം എടുക്കാം. 1000 പ്രോഡക്ട്സ് ഉണ്ട് പ്രസ്റ്റീജിന്. 1000 പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മാത്രല്ല, എന്റെ കൂടെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെല്ലാരും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നോട്ടെ. അപ്പൊ ആൾക്കാർ കൊണ്ടുവന്ന് തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ അറിഞ്ഞപ്പോ നേരം വൈകി. എന്തായാലും ഇനി എത്ര നാളത്തേക്ക് ഉണ്ട് ഓഫർ? ജൂൺ 30th വരെ ഓഫർ ഉണ്ട്. അപ്പൊ എന്റെ ഇപ്പൊ കയ്യിൽ ഞാൻ ഇത്ര കൊണ്ടിട്ടുള്ളൂ. ഇനി പെട്ടിയായിട്ട് വരുന്നുണ്ട്, പെട്ടി ഓർഡർ. അപ്പൊ ഈ പ്രസ്റ്റീജിന്റെ സ്റ്റോറിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ പ്രസ്റ്റീജിന്റെ ഐറ്റം തന്നെ അങ്ങനെയല്ല, ഏത് ബ്രാൻഡിന്റെ ഏത് ഐറ്റം ഏത് കണ്ടീഷൻ ആയാലും കുഴപ്പമില്ല. പിടിയില്ലാത്തൊരു പാത്രം ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഈ ഒരു കോലത്തിലായാലും ഇവിടെ എടുക്കുന്നതായിരിക്കും. എങ്ങനത്തെ ഐറ്റംസ് ആയാലും ഇവിടെ എടുക്കുന്നതായിരിക്കും. എന്തായാലും കുഴപ്പമില്ല. അപ് ടു എത്ര പെർസെന്റേജ്? നമുക്ക് 65% വരെ ഡിസ്കൗണ്ട് ഡിപെൻഡിംഗ് അപ്പോൺ പ്രോഡക്റ്റ്. ഓരോ പ്രോഡക്റ്റ്. ഓക്കെ. അപ്പൊ എന്റെ ഈ ഐറ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വെറൈറ്റി സാധനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ പോവാണ്. അതും പ്രസ്റ്റീജിന്റെ ബ്രാൻഡഡ് ഐറ്റം. അപ്പൊ ഇപ്പൊ നമ്മുടെ സ്റ്റോറിൽ 1000+ പ്രോഡക്ട്സ് പ്രസ്റ്റീജിന് മാത്രമുണ്ട്. അപ്പൊ ഓരോന്നോരോന്ന് കാണിച്ചെന്നില്ല. അപ്പൊ വെറൈറ്റികൾ ഇഷ്ടമുള്ളുണ്ട്. പ്രസ്റ്റീജ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തന്റെ ആവശ്യമില്ല എന്താണ് പ്രസ്റ്റീജ് എന്നുള്ള ബ്രാൻഡ് എന്ന് പറയാനായിട്ട്. പക്ഷെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ പഴയത് എന്ത് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആയിക്കോട്ടെ, ഈവൻ ചെറിയൊരു തടക്ക ഇടുന്ന കടായി ആയാലും തിരിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പകരം പുതിയത് നമ്മുടെ കിച്ചൺ മൊത്തം പ്രസ്റ്റീജ് ആക്കാം അല്ലെ? ആക്കും, നമ്മളാക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങനെ തുടങ്ങിയാലോ? പ്രസ്റ്റീജിന്റെ എന്തൊക്കെയാണ്? എനിത്തിങ് ഫോർ എനിത്തിങ്, എന്തിനും എന്തും എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. അതാണ് ഓഫർ. അടിപൊളി കേട്ടോ. അതാ എക്സ്ചേഞ്ച് ഓഫർ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ഇവിടുത്തെ ഐറ്റംസ് ആണ് കേട്ടോ. അപ് ടു 65% വരെ ഓഫർ നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇനി ഇവിടെ ഇരിക്കുന്ന ഐറ്റംസ് എന്താണ്? ഇതിപ്പം കെറ്റിലുകളാണ്. കെറ്റിലുകളിൽ നല്ല ഡിസ്കൗണ്ട്സ് ഉണ്ട് ഓൾറെഡി. 1.5 ലിറ്റർ 1.8 ലിറ്റർ കെറ്റിൽസ് ഒക്കെ ഉണ്ട്. ഒരു 1,400 രൂപ 440 രൂപ 1,440 കെറ്റിലിന് ഏകദേശം 700 രൂപ വരുള്ളൂ. ഇപ്പം എക്സ്ചേഞ്ച് ഇല്ലാണ്ട് തന്നെ ഡയറക്റ്റ് ഓഫർ മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട്. ഓ, അപ്പൊ എക്സ്ചേഞ്ച് ഇല്ലാണ്ട് തന്നെ ഓഫേഴ്സ് വേറെ പ്രോഡക്ട്സിനുണ്ട്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ആലുവയിലാണ്. അപ്പൊ ഇത് ശരിക്കും ഡയറക്റ്റ് കമ്പനി സ്റ്റോറാണ്. ആലുവയില് മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് വില്ലേജ് ഓഫീസിന്റെ മുമ്പിൽ തൊട്ടടുത്തായിട്ട്. ഓക്കെ. അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് സംസാരിക്കാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കെറ്റിലും മാത്രം ഇത്രയും അധികം കളക്ഷൻസ് ഉണ്ട്. അതിൽ പലതരം വെറൈറ്റീസ് ഉണ്ട്. ഇത് എയർ ഫ്രയർ ആണ്. 2 ലിറ്ററിന്റെ എയർ ഫ്രയർ ആണ്. 6,995 ആണ് പ്രൈസ്. ഇപ്പോൾ ഓഫറിൽ 3,995 ഉള്ളൂ. ഇത്രയ്ക്ക് ഓഫറിന് ഡിസ്കൗണ്ട് ഉണ്ട്. ഇനി നിങ്ങൾ എക്സ്ചേഞ്ച് കൊണ്ടുവന്ന് ഇനിയും കുറയും. നിങ്ങൾ എന്താണ് എക്സ്ചേഞ്ച് കൊണ്ടുവരുന്നത് അതിനനുസരിച്ച് കുറഞ്ഞോണ്ടിരിക്കും. അത്രയ്ക്ക് ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോളിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഇതും കെറ്റിലാണ്. ഇത് വെജിറ്റബിൾ ചോപ്പർ ആണ്. ഇത് വെജിറ്റബിൾ ചോപ്പർ പ്ലസ് ബ്ലെൻഡർ, എഗ് ബീറ്റർ എല്ലാം കൂടി ചേർന്ന് വരുന്നതാണ്. എല്ലാ ഐറ്റംസ് നമുക്ക് പ്രസ്റ്റീജിന് തന്നെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് ഇത് മൾട്ടി കുക്കർ എന്ന് പറയും. ഓക്കെ. ഞാൻ ഇതൊന്ന് പുറത്തേക്കൊന്ന് എടുത്തോട്ടെ. ഓക്കെ. ഇപ്പൊ ഈ മൾട്ടി കുക്കർ എന്ന് പറയുമ്പോൾ മൾട്ടി കുക്കർ ഇലക്ട്രിക് ആണിത്. ഇതിന് നമുക്ക് ഇപ്പൊ കെറ്റിലായിട്ട് യൂസ് ചെയ്യാം. നോർമൽ കെറ്റിലായിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാം, പാചകം ചെയ്യാം,
പാല് തിളപ്പിക്കാം. നോർമൽ കെറ്റിൽസിൽ പാല് തിളപ്പിക്കരുത്, ഇതിൽ പാല് തിളപ്പിക്കാം. എല്ലാം ഇങ്ങനെ കുറേ ഇത് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലിയും നമുക്ക് കെറ്റിലുണ്ടാക്കാം. പിന്നെ നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. എഗ്ഗ് മാത്രം ബോയിൽ ചെയ്തിട്ട് ഇത് വെച്ചിട്ട് എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കാം. ഇതിന്റെ മുകളിൽ ഇങ്ങനെ എഗ്ഗ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് ഇതിന്റെ മുകളിൽ എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കാം. ഇത് എഗ്ഗ് ബോയിലായി. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ചോറോ എന്തെങ്കിലും സ്റ്റീം ചെയ്തെടുക്കണമെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ലിഡ് ഇട്ടാൽ മതി. ലിഡ് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പല മൾട്ടിപർപ്പസ് ആണ് ഈ ഒരു സംഭവം. മൾട്ടി കെറ്റിലാണ് ഇത്, മൾട്ടി ഇലക്ട്രിക് കെറ്റിലാണ്. ഇതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് വരും? ഇത് 2895 എന്നുള്ള ഏകദേശം ഒരു 2000 താഴെ വരുള്ളൂ എക്സ്ചേഞ്ച്. ഇത് ഇപ്പോഴത്തെ എക്സാക്ട് പ്രൈസും അതുപോലെ ഓഫറുള്ള പ്രൈസ്. പക്ഷേ ഇതൊക്കെ ഒരു മാസം വരെയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു മാസം കഴിയുമ്പോൾ ഈ ഓഫർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കിച്ചണിലുള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ ഫെസ്റ്റിവൽസ്, ഇപ്പോൾ ഓണം അങ്ങനെയൊക്കെ സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ വീടൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് കിടക്കണം. നമ്മൾ കിച്ചണിലുള്ള ഐറ്റംസ് ഒക്കെ നല്ല ഹൈജീനിക് ആയിട്ട് കിടക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ പ്രസ്റ്റീജിന്റെ പറയുമ്പോൾ നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഈ പ്രൈസ് ചോദിക്കുമ്പോൾ പറയാനൊരു വിഷമം എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് ഇത്രയാണെങ്കിൽ ഇപ്പം ഒരു കുക്ക് വെയർ ആണ് കൊണ്ടുവരുന്നെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും, ഒരു കുക്കറാണ് കൊണ്ടുവരുന്നെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതിന്റെ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും ഡിസ്കൗണ്ട് കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ ഐറ്റം ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് വാല്യൂ, വലിയ ഐറ്റം ആണെങ്കിൽ വലിയ കുക്കർ കൊണ്ടുവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഓരോന്നിനും അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള ഡിസ്കൗണ്ടുകളാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി സംഭവം നമുക്ക് കെറ്റിൽ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇഡ്ഡലി വെക്കുന്ന സംഭവം അത് ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ഒരു അറിവിൽ. പിന്നെ അടുത്ത ഐറ്റംസ് എന്താ? റോട്ടി മേക്കർ ഉണ്ട്. പണ്ട് നമ്മൾ റോട്ടി മേക്കർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇലക്ട്രിക് റോട്ടി മേക്കർ, ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പം റോട്ടി മേക്കർ എന്നാ പറയുന്നതെങ്കിലും നമുക്ക് ഇതിനകത്ത് ദോശ ചൂടാൻ പറ്റും. നമ്മുടെ ഗ്രാനൈറ്റിന്റെ തവ പോലെയാണ് ഇത്. ദോശ ചൂടാം, ഓംലെറ്റ് ഉണ്ടാക്കാം, ഇങ്ങനെ പല സാധനങ്ങളും ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് കംപ്ലൈന്റും വരില്ല, കാരണം ഇത് പ്രസ്റ്റീജ് ആണ്. കംപ്ലൈന്റ് വന്നാൽ വീട്ടിൽ സർവീസിന് ആൾ വരും. നമ്മുടെ ഗ്യാസ് സ്റ്റൗ, ഇലക്ട്രിക്കൽ ഐറ്റംസ്, മിക്സി, ഗ്രൈൻഡേഴ്സ്, ഇതൊക്കെയാണെങ്കിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് വീട്ടിലാൾ വന്ന് സർവീസ് തരും. എത്ര നാളത്തേക്ക് ഉണ്ടാവും ഈ ഒരു? അല്ലല്ല, സർവീസ് ഫുൾ ടൈം ഉണ്ട്. ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ കൊണ്ട് തന്നാൽ മതി. ഇവിടെ കൊണ്ട് തരുവാണെങ്കിൽ ഞങ്ങൾ ആ സർവീസിന് ആളെ ഏൽപ്പിച്ച് റെഡിയാക്കി തരും. നമ്മൾ നല്ല സർവീസ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ നിന്നിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ ആൾ അവിടെ എത്തും സർവീസിന്. ഇത്രയ്ക്കൊക്കെ സൗകര്യം നമുക്ക് ഒരുക്കി തരാനുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി മേക്കർ എന്ന് പറയാൻ പറ്റില്ല, ഇതിൽ മൾട്ടിപർപ്പസ് ആയി. പണ്ട് ചപ്പാത്തി മേക്കർ ആയിരുന്നു, മൾട്ടിപർപ്പസ്. ഇപ്പൊ പെണ്ണുകൾക്കൊക്കെ മടിയാണ്, ഇപ്പൊ ഒക്കെ കരണ്ടിലാണ് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നത്. അപ്പൊ അതിനുള്ള നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഗ്യാസ് സ്റ്റൗ ഹോപ്പ് ടോപ്പ് ആണ്. ഇതൊക്കെ ഹോപ്പ് ടോപ്പ് ആണ്. നമുക്ക് നോർമലി ഹോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് കട്ട് ചെയ്തിട്ട് ഇറക്കി വെക്കുന്നതാണ്. ഇത് നമുക്ക് ഹൈബ്രിഡ് ആണ്. ഈവൻ നമുക്ക് താഴെ കണ്ട സ്റ്റാൻഡ് ഉണ്ട്, മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ ടേബിൾ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം, കട്ട് ചെയ്ത് ഇറക്കി വെക്കാനും പറ്റും. രണ്ടും കൂടി പറ്റുന്നതാണ്. ക്ലീൻ ആക്കി എടുക്കാനും പറ്റും. പിന്നെ ഇറ്റാലിയൻ ബർണേഴ്സ് ആണ്. ഇറ്റാലിയൻ ബർണേഴ്സ് ഇതൊക്കെ നല്ല ഓഫർ ഉണ്ട്. എല്ലാത്തിനും ഓഫേഴ്സ് വരുന്നുണ്ട്. ഗ്യാസ് സ്റ്റവ് കൊണ്ടുവരാം, ഗ്രൈൻഡർ കൊണ്ടുവരാം, മിക്സി കൊണ്ടുവരാം. അപ്പം നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. എന്താണോ കൊണ്ടുവരുന്നത് അതിനനുസരിച്ച് പ്രൈസ്. ഇതിനും എല്ലാത്തിനും എക്സ്ചേഞ്ച് ഓഫർ നമ്മൾ ഇതിനകത്തുള്ള ഒരുവിധം എല്ലാത്തിനും 99% എക്സ്ചേഞ്ച് ഉണ്ട്. എക്സ്ചേഞ്ച് ഓഫർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസിന്റെ സ്റ്റൗവിന്റെ നോക്കിയാൽ ഇത്രയും അധികം വെറൈറ്റീസ് ഉണ്ട്, കുറേ ഉണ്ട് നോക്കുകയാണെങ്കിൽ. ഇതൊക്കെ നോർമൽ സ്റ്റൗസ് ആണ്. ഇതാകുമ്പോ കുറച്ച് ഏകദേശം റേറ്റ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇത് ഇപ്പോൾ ഒരു 19,000 വരുന്നതാണ്. അതിന് എക്സ്ചേഞ്ച് വരുന്ന സമയത്ത് ഏകദേശം ഒരു 14 ആ റേഞ്ച് വരും. അത്രയ്ക്കും ഡിഫറൻസ് വരുന്നുണ്ടല്ലേ? അത് എക്സ്ചേഞ്ച് കൊടുക്കാണ്ട് കേട്ടോ. ഇനി അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 1000-1500 പിന്നെയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ വെറൈറ്റി. പിന്നെ വരുന്നത് ഇതൊരു 4 ബർണർ ആണ്. നോർമൽ ഗ്യാസ് സ്റ്റവ് തന്നെയാണ് ഇതല്ലേ? ഓക്കെ, നല്ല അടിപൊളി. പിന്നെ 5,000 റുപ്പീസേ ഉള്ളൂ ഇതിന്റെ വില ഇപ്പം 4 ബർണറിന്. 4 എണ്ണത്തിന് എക്സ്ചേഞ്ച് വരുമ്പോൾ. ഓക്കെ, അപ്പൊ ഈ ഓഫർ എന്ന് പറയുമ്പോൾ ശരിക്കും എത്രാം തീയതി വരെ ഉണ്ട്? നമുക്ക് ജൂൺ 30 വരെ ഉണ്ട്. ജൂൺ 30 വരെ ഉണ്ട്. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഓണത്തിന് വരും. പക്ഷേ ഇയർലി എപ്പോഴും ചെയ്യുന്ന ഒരു ഓഫറാണ്. ഇതിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതാണ്. ഈ ഓഫർ അറിയുന്ന ആൾക്കാർ, പ്രസ്റ്റീജിന്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഈ April 16th മുതൽ വെയിറ്റ് ചെയ്യും ഈ ഓഫർ വരാൻ വേണ്ടിയിട്ട്. April 16th സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നമ്മൾ അറിയാൻ നേരം വൈകി. എന്തായാലും സാരില്ല, നമുക്ക് ഇനിയും ഒരു മാസം ഉണ്ട് നന്നായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്യാസ് സ്റ്റൗവിന് തന്നെ നല്ല നല്ല വ്യത്യാസങ്ങൾ വരുന്ന രീതിയിലുള്ളതുണ്ട്. ഇതിപ്പോ 8 mm തിക്നെസ്. നമ്മുടെ എല്ലാ ഗ്ലാസും 8 mm തിക്നെസ് ആണ് വരുന്നത്. എല്ലാത്തിനും ഒരു തിക്നെസ്. നമ്മളിപ്പോ ഏറ്റവും വില കുറഞ്ഞെടുത്താലും 8 mm തിക്നെസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കംപ്ലൈന്റ് ചിലതൊക്കെ കണ്ടിട്ടുണ്ട്, ഗ്ലാസ് പൊട്ടുന്നതൊക്കെ. ഗ്ലാസ് പൊട്ടി
പൊട്ടില്ല. പൊട്ടി തന്നെ നമ്മൾ റീപ്ലേസ്മെൻ്റ് ഉണ്ട്. 5 ഇയർ വാറണ്ടി ഗ്ലാസ്സിലുണ്ട്. നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഗ്യാസ് സ്റ്റവ് ആയത് മീഡിയം റേഞ്ചിൽ സാധാരണ ഗ്യാസ് സ്റ്റവ്. ഇത് 10 വർഷം ഗ്യാരണ്ടി നമ്മൾ ഗ്ലാസ് ടോപ്പിന് കൊടുക്കുന്നത്. ഗ്ലാസ് ടോപ്പ് 10 വർഷം പൊട്ടിയാൽ നമ്മൾ മാറ്റി കൊടുക്കും. പിന്നെ അതുപോലെ പൊട്ടിയതായിട്ടുള്ള അറിവ് വളരെ കുറവാണ്. ഇല്ല, ഞാനത് വേറെ ബ്രാൻഡിന്റെ ആണ് എടുത്ത് പറഞ്ഞത്. നമ്മൾ അത് കാരണം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു നമുക്ക് ഗ്ലാസിന്റെ ഉപയോഗിക്കാൻ വേണ്ടിട്ട്. ഇനി എന്റെ വീട്ടിലത്തെ ഗ്യാസ് അടുപ്പ് ഗ്ലാസിന്റെ ആയിരിക്കും. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ പേടി മാറ്റി തന്നു. പേടിക്കേണ്ട കാര്യമില്ല. കാരണം പൊട്ടിയ അറിവ് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. റെയർലി എന്തെങ്കിലും ട്രാൻസ്പോർട്ടിലൊക്കെ വന്ന സമയത്തൊക്കെ പൊട്ടിയിട്ട് നമ്മൾ അറിയാണ്ട് ഡെലിവറി കൊടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കാറില്ല. യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരിക്കലും പൊട്ടില്ല. പിന്നെ അതിനോടൊപ്പം മുകളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിക്കും. ഇത് ഹുഡാണ് നമ്മുടെ ഇതിന്റെ. പിന്നെ വേറെ ഒന്ന് ഹോപ്പ് ടോപ്പ് ഇപ്പൊ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് വിളിച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് അവരുടെ വീട്ടിലെ ആ കട്ടിങ് സൈസും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കും. അതുപോലെ ഇതിനും നമ്മൾ ഇത് കൊടുക്കുന്നത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. വാങ്ങുന്നതിന് മുമ്പ് കസ്റ്റമറിന് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഞാനിതിനെ ഒരു സ്റ്റോർ എന്നല്ല പറഞ്ഞത്, എക്സ്പീരിയൻസ് സെന്റർ എന്ന് പറയാം. നിങ്ങളൊരു ഫോണായിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഗൂഗിൾ ചെയ്തിട്ട് ആമസോണിലോ വേറെ ഏത് പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പ്രൈസ്. ഒളിച്ച് ഞങ്ങൾ കാണാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. എന്താ വേണ്ടത് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വില പറ്റുന്നില്ല, നിങ്ങൾ വേറെ എവിടെ നിങ്ങൾ കിട്ടും വാങ്ങിച്ചോളൂ, എക്സ്പീരിയൻസ് ചെയ്യും. എന്നുവെച്ചാൽ നമുക്ക് ഗൂഗിളിൽ തന്നെ അല്ലെങ്കിൽ ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് നോക്ക്. നമ്മളെക്കാളും പ്രൈസ് കുറവാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നത് എടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യും. ഈ കാണാണ്ടൊരു സാധനം ബൈ ചെയ്യാൻ അങ്ങനെ പോരുതെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലായാലും ഇത് ഹോം ഡെലിവറി ഉണ്ടോ? ഹോം ഡെലിവറി നിയർ ബൈ എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ അടുത്തുള്ള. അപ്പോൾ നമ്മൾ എവിടുന്ന് വിളിച്ച് പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് സേഫ് ആയിട്ട് നമ്മുടെ കയ്യിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഒന്നൊരു കോൾ ചെയ്താൽ മതി. അപ്പോൾ ഇതിന്റെ വെറൈറ്റീസ് ഇനിയും ഇത് പറഞ്ഞുതരാം. ഇപ്പൊ ഇത് ചിമ്മിനി പറയുമ്പോൾ നമ്മുടെ ഹുഡ് എന്ന് പറഞ്ഞാലേ ഇത് ഹാൻഡ്സ് ഫ്രീ ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് പണ്ടേ ഉള്ള ഒരു മോഡലാണ്. ഓസ്കാർ 900 എന്നാണ് പേര്. ഇത് ഓഫ് ചെയ്യണമെങ്കിൽ 2 പ്രാവശ്യം ആക്കിയാൽ മതി. പിന്നെ ഇതൊരു പ്രോവോ 900 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ജസ്റ്റ് വൺ ടച്ച് സെൻസറാണ്. ഓക്കെ. ഇപ്പൊ സെൻസർ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. അതായത് നമ്മുടെ ഈ കയ്യിൽ അഴുക്കായിരിക്കുമല്ലോ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ തൊടേണ്ട കാര്യമില്ല, തൊടാതെ തന്നെ ചെയ്യാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മൾ അധികവും വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ചിമ്മിനി ഹുഡ് പിന്നെ ആയിരിക്കും ഇടുന്നത്. ഫസ്റ്റ് ഗ്യാസ് സ്റ്റവ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആദ്യം ഓൺ ചെയ്യേണ്ടത് അതാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമോ, ഞങ്ങൾ പല സ്ഥലത്തും ഇപ്പം എന്തെങ്കിലും ക്ലീനിങ്ങോ ഇതൊക്കെ ആവശ്യം, ഇത് സെൽഫ് ഓട്ടോ ക്ലീൻ ഉള്ളതാണ്. സ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുന്ന സമയത്ത് കാണുന്ന ഇവിടെയൊക്കെ ഓയിലുമായി ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് അത് ഓൺ ചെയ്യാറില്ല ആരും. ഓൺ ചെയ്യാതെ കുക്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് അത് ഓൺ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഹോബ് ഓൺ ചെയ്യുക. അങ്ങനെയാണ് എൻ്റെ. അപ്പോൾ ക്ലീനും മെയിൻറ്റെയിൻ ചെയ്ത്. അല്ലെങ്കിൽ എന്ത് പറ്റും, ഓപ്പൺ ആവാത്തതുകൊണ്ട് മേളിലൊക്കെ പിടിച്ച് നിൽക്കും. ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഓയിലിൻ്റെ മാർക്ക് ഉണ്ടാവും. അപ്പൊ ഓയിൽ അതിൽ തന്നെ വന്ന് അതിന്റെ മേളിൽ പിടിക്കുക, അത് വെളിയിലോട്ട് പോകാതെ. അപ്പൊ ഫസ്റ്റ് അത് ഓൺ ചെയ്തിട്ട് വേണം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര ഇപ്പം നമ്മൾ ചെറിയൊരു സാധനമാണ് ചെയ്യുന്നത്, വലിയ പുകയില്ല, 2 മിനിറ്റത്തേക്കാണെങ്കിൽ അതൊന്നും ഓൺ ചെയ്യാം. വലിയ കറണ്ട് കൺസംഷൻ ഒന്നും ഇല്ല. കറണ്ടിന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് കറണ്ട് എങ്ങനെയാ കൂടുതൽ 1000 വാട്ട്സിന് താഴെയുള്ള സാധനമാണ് മോട്ടറൊക്കെ. അപ്പൊ അധികം കറണ്ട് നമുക്ക് വ്യത്യാസം വരുന്നില്ല. ഓക്കെ. ഇനി അടുത്തൊരു ഇതുവരെ പറയുകയാണെങ്കിൽ ഇതൊരു സേഫ് സെൻസ് എന്നൊരു മോഡലാണ്. വൈഫൈ ആക്റ്റീവ് കണക്ടിവിറ്റി ഉള്ളതാണ്. ഞങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ കണക്ട് ചെയ്തിടാം. പ്ലസ് പ്ലഗ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലില്ലെങ്കിലും മൊബൈലിൽ ആപ്പ് ത്രൂ നമുക്ക് കാണാൻ പറ്റും. ഗ്യാസ് ലീക്ക് ആയാലും ഓട്ടോമാറ്റിക്കലി വർക്കാവും. അപ്പം നമ്മുടെ മൊബൈലിൽ നമുക്ക് അലേർട്ട് കിട്ടും. അതല്ലാതെ ഒരു നോർമൽ പ്രസ്റ്റീജിന്റെ ചിമ്മിനി ആപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു വൈഫൈന്റെ ഇത് വെച്ച് വൈഫൈ എനേബിൾഡ് ആണ്. സെൻസർ ആണോ? ഇതെല്ലാം വിത്ത് സെൻസർ ആണ്. ഓക്കെ. ഇത് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഓൺ ആയി പോണത്. മറ്റേത് പറയുമ്പോൾ ക്ലോസ് ഓപ്പൺ ആവും. അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പൊ റേറ്റ് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം. അപ്പൊ ഇത് 4 വരുന്നത്. 4 ഇത് ഹോബാണ്. ഈ ഹോബ് എന്ന് പറയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഇറക്കി വെക്കാനും പറ്റും. ഇത് ബേസിക്കലി നമ്മുടെ പറഞ്ഞാൽ ഇതാണ് ഹൈബ്രിഡ് ആണ്. ഇതിൽ സ്വച്ച് എന്ന് പറയുന്നൊരു മോഡലാണ്. സ്വച്ച് മോഡലിന്റെ പ്രത്യേകത നമുക്ക് പൊക്കിയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഗ്ലാസ് ടോപ്പിന് താഴോട്ട് പോകില്ല, തുരുമ്പെടുക്കില്ല, റെസ്റ്റ് എടുക്കില്ല. സാധാരണ നമ്മൾ ഗ്യാസ് സ്റ്റവ് യൂസ് ചെയ്യുമ്പോൾ റെസ്റ്റ് എടുത്തിട്ട് അത് പോവും. നമ്മൾ അറിയുന്ന എപ്പോഴേക്കും പോയതിന് ശേഷം അറിയണേ ഇത് പോയി എന്നുള്ളത്. അതുവരെ ഞങ്ങൾ അറിയില്ല ഇത് പോയെന്ന്, കംപ്ലൈൻറ്റ് വന്നാൽ അറിയില്ല. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും റെസ്റ്റ് എടുക്കില്ല. ഇത് കുറച്ചുകൂടി ഈസി ആയി മാത്രം റെസ്റ്റ് എടുക്കില്ല.
പല മോഡൽസ് നമുക്ക് 1000+ പ്രസ്റ്റീജിൽ തന്നെ മോഡൽസ് വരുന്നുണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ ഗ്യാസ് സ്റ്റൗവില് തന്നെ ഇത്രയും അധികം ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനുണ്ട്. ഇത് അതിന്റെ 2 ബർണർ ടേബിൾ ടോപ്പ് ആണ്. സെയിം ആ മുകളിൽ കണ്ട 4 ആണെങ്കിൽ സ്വിച്ചിന്റെ 2 ബർണർ ടേബിൾ ടോപ്പ് പൊക്കാൻ പറ്റുന്ന ടൈപ്പ്. ഓക്കെ, പിന്നെ 8mm തിക്നെസിന്റെ ഇതാ വരുന്നത് കേട്ടോ. ഇനി അടുത്ത ഒരു ഓപ്ഷൻ, അടുത്ത ഈ ഹോബിൽ വരുന്ന 2 ബർണറിന്റെ ആണിത്. ഇത് നമ്മുടെ ദോശത്തവ, വലിയ മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ദോശത്തവ അല്ലേ. ഇത് 2 ബർണർ ഹോട്ട് ടോപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഓട്ടോ ഇഗ്നിഷൻ ഉണ്ട് ഇതിനൊക്കെ. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് പണ്ടത്തെ ഇത് നമ്മുടെ സ്റ്റീലാണ്, വളരെ സ്ട്രോങ് ആണ്, ഒറ്റ സിംഗിൾ ബോഡിയിൽ ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ഡിസ്റ്റൻസും ഉണ്ട് തമ്മിൽ, ഡിസ്റ്റൻസ് കൊണ്ട് നല്ല വലിപ്പമുണ്ട്. അത്യാവശ്യം വലിയ സ്ട്രോങ് ആണ്. ഏറ്റവും നമ്മളെ കൂട്ടത്തിലെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇത് തന്നെയാണ്. പിന്നെ വലിയ പാത്രങ്ങളും വരെ വെക്കാം. പണ്ടത്തൊക്കെ എന്ന് പറയുമ്പോൾ അടുപ്പിച്ചായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാത്രങ്ങൾ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിനുവേണ്ടി നമുക്ക് പുറത്ത് അടുപ്പ് ഉണ്ടാക്കണം, അവിടേക്ക് വെക്കാം. ഇവിടെ അത് അങ്ങനത്തെ ഒരു പ്രശ്നമേ വന്നില്ല. അത്ര വലിയ വേണമെങ്കിലും 8500 ആണ്. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഏകദേശം 5000 ഒക്കെ വരുള്ളൂ. അത്ര റേറ്റ് ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, എല്ലാത്തിൻ്റെയും MRP പ്രൈസ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഡിസ്കൗണ്ട് പ്രൈസ് അറിയണമെങ്കിൽ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, വിളിച്ച് ചോദിക്കുക. അത് മാത്രമല്ല, എന്താണ് കൊണ്ടുതരുന്നത് അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. കൂടുതൽ കൊണ്ടുവരികയാണെങ്കിൽ കൂടുതലായിട്ട് കുറയും. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൽ ഒരു ഐറ്റം മാത്രമാണ്. അങ്ങനല്ല. ഇപ്പോൾ ഒരു കുക്കർ, വലിയൊരു കുക്കർ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഇപ്പം കുക്ക് വെയർ എടുക്കണമെങ്കിൽ അതിന് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ വലിയൊരു കുക്കർ എന്ന് പറയുമ്പോൾ അത് വലിയൊരു അതില് നമുക്ക് ഇപ്പൊ നോർമൽ തവ അങ്ങനത്തെ സംഭവമൊക്കെ ആകുമ്പോൾ 2-3 ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അത് വെച്ച് കുക്കർ വെച്ചിട്ട് ഇതിനെ ഗ്യാസ് സ്റ്റവ് എക്സ്ചേഞ്ച് എടുക്കാം. ഇനി ഗ്യാസ് സ്റ്റവിന് പകരം ഗ്യാസ് സ്റ്റവ് കൊണ്ടുവരാം എക്സ്ചേഞ്ചിന്. അപ്പൊ നല്ലൊരു എമൗണ്ട് ഡിഫറൻസ്. അപ്പൊ അതാ പറഞ്ഞ 5000 സംതിങ് വരുള്ളൂ. അപ്പൊ ഗ്രേറ്റ്. അപ്പൊ എന്തായാലും പ്രസ്റ്റീജിന്റെ കളികളായിരിക്കും ഇനി എന്റെ വീട്ടിൽ മൊത്തം. അപ്പൊ അതാ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് 3 എണ്ണം. ഇത് 3 ബർണർ സ്വിച്ച് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന ഗ്യാസ് സ്റ്റവ് ആണ്, പ്രസ്റ്റീജിന്റെ കേട്ടോ. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സെല് ചെയ്യുന്നത്. കൂടുതൽ മൂവിംഗ് ആയിട്ടുള്ളത് ഇതാണ് അല്ലേ, സ്വിച്ചിന്റെ. ഓക്കെ, നമ്മൾ ഈ പാത്രം വെച്ചിരിക്കുന്നത് ഈ ഗ്യാപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, കസ്റ്റമറിന് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേറൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാവില്ലല്ലോ. ഇവിടെ വെക്കുമ്പോൾ അവർക്ക് ഇനി വേണേൽ കുക്കർ, ഇപ്പോൾ ഒരു 5 ലിറ്റർ കുക്കർ വെക്കണം. ഇതിപ്പോ ഒരു ഇതിൽ ചായ, പാലപ്പം, അതുപോലെ തന്നെ ഇഷ്ടു കറി 3ഉം ഒറ്റ ടൈം ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അത്രയും സഫീഷ്യൻ്റ് ആണ്. എന്നിട്ടും നമുക്ക് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഇത്രയും പോർഷൻ വെച്ചിട്ട് ഇതാ ഈ ഒരു വെസൽസിൻ്റെ നടുക്കിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത്രയും വലിയ വെസൽസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റി കളക്ഷൻസ്. ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങൾക്ക് വാങ്ങണ്ടാതെ വേറെ എക്സ്പീരിയൻസ് ചെയ്യുക. പെണ്ണുങ്ങളുടെ ഒരു ലോകം എന്ന് പറയണത് നമുക്ക് എന്ന് പറയുമ്പോൾ പുതിയതായി ട്രൈ ചെയ്യണം, കുറച്ചുകൂടി ഈസി ആവണം നമ്മുടെ കാര്യങ്ങൾ. അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് 4 എണ്ണത്തിന്റെ അല്ലേ, 4 എണ്ണത്തിന്റെ 4 ബർണർ. ആ 3 ബർണറിന്റെ 4 ബർണർ ആണ് ഇത് സെയിം. ഇത് 3 ആണെങ്കിൽ അത് 4. ഇത് 4. അപ്പൊ ഇതിന്റെ വ്യത്യാസം റേറ്റ് എന്ന് പറയുമ്പോൾ അധികം വ്യത്യാസം, ഒരു ബർണറിന്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ബോഡി ഭയങ്കര സ്ട്രെങ്ത് ആണ് കേട്ടോ ഇതിന്റെ. നമുക്ക് എത്ര വെയിറ്റ് വേണമെങ്കിലും ഇതിന്റെ മുകളിൽ നിൽക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ലൈഫ് ഒന്നുകൂടി ഈസിയാണ്. ഓരോ ഐറ്റംസ് കാണുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് എത്രത്തോളം നമ്മുടെ കിച്ചണിൽ വരുന്ന ഒരു ഡിഫറൻസ്, ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു. അപ്പൊ ഇനി അടുത്തേക്ക് പല ടൈപ്പ് ഉണ്ട്. നമുക്ക് 2800 തൊട്ട് ഗ്യാസ് സ്റ്റവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 2800 മുതൽ. ഇത് അല്ല, ഇത് 9000ന്റെ ആണ്. ഇത് എക്സ്ചേഞ്ച് വരുമ്പോൾ ഏകദേശം 6000 വരും. ഇത് കുറച്ച് നല്ല ഓട്ടോ ഇഗ്നിഷൻ ഉള്ള ഒരു മോഡലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ്. ഇത് നല്ലോണം മൂവ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു സാധാരണക്കാരന് പറ്റിയൊരു ഇതാണ് ഈ സ്വിച്ചിന്റെ ബേസിക്. ഇത് സ്റ്റാർട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടൈം. ഇതിന്റെ ഗ്ലാസ് ടോപ്പും ഇതിന്റെ ഗ്ലാസ് ടോപ്പാണ് നമ്മൾ നേരത്തെ മുകളിൽ കണ്ടത്. അപ്പൊ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റീൽ വേണമെങ്കിൽ സ്റ്റീല്, ഗ്ലാസ് ടോപ്പ് വേണമെങ്കിൽ ഗ്ലാസ് ടോപ്പ് എടുക്കാം. ഇനി സ്റ്റീലിന്റെ എന്ന് പറയുമ്പോൾ ഏത് തരം സ്റ്റീലാണ് യൂസ് ചെയ്യണത്? നമ്മൾ എല്ലാം ഇതാണ് എന്താ പറയുക, 304 സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്നും ഒരിക്കലും തുരുമ്പെടുക്കില്ല. നമ്മൾ ഈ ചായക്കടയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ബർണേഴ്സ് നോക്കി, ഈ ബർണർ നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും അടിയിലിരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്, അതാണോ? അല്ല, ഇത് കണ്ടോ, ഇത് സിംഗിള്. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോണതാ ചായക്കടയിലേക്ക്, അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാം. ഇതൊന്നും പെട്ടെന്നല്ല, ഇത് കൊല്ല കേടാവില്ല. ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ മാരീഡിന്റെ സമയത്തൊക്കെ മേടിച്ചിട്ടിട്ടുള്ള ഗ്യാസ് അടുപ്പ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 23-24 കൊല്ലമായിട്ട് ഇപ്പോഴും. അതിന് മുന്നേ എൻ്റെ മദറിൻലോ യൂസ് ചെയ്യണം. അപ്പോൾ എത്ര അതും പ്രസ്റ്റീജിന്റെ ഐറ്റം തന്നെയാണ് കേട്ടോ ഇപ്പോഴും യൂസ് ചെയ്തത്. ഞങ്ങൾ കസ്റ്റമേഴ്സോട് പറയാറുണ്ട്, അഥവാ നിങ്ങൾ വാങ്ങിയിട്ട് ഒരു 1 ഇയർ ആകുമ്പോൾ കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ ഒരു ചെറിയ സർവീസ് നടത്തും.
സർവീസ് ഫസ്റ്റ് ഇയർ നടത്തി കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ എല്ലാ വർഷവും ഒരു ചെറിയ പൈസ ആവുന്നുള്ളൂ സർവീസിന്. ഒരാൾ വരുന്നു, വീട്ടിൽ വന്ന് ചെക്ക് ചെയ്തെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ 270 റുപ്പീസോളം ഈ പ്രീമിയം സ്റ്റൗസിന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20-25 ഇയേഴ്സ് എന്തായാലും ഗ്യാസ് സ്റ്റവ് എത്തും. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട കാര്യമില്ല. കളർ കുറച്ച് ഫേഡ് ആയാലും എൻ്റെ കയ്യിലുള്ള മിക്സി എന്ന് പറയുമ്പോൾ ഇപ്പോഴും അതൊരു നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ്. അതും പ്രസ്റ്റീജിൻ്റെ ആണ്. ധൈര്യമായിട്ട് എനിക്ക് പറയാം, ഇത്രയും കൊല്ലങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന അത്രയും ഉള്ളിൽ തട്ടുന്ന ആത്മാർത്ഥത്തോട് കൂടിയിട്ട് പറയുന്നതാണ്. പ്രസ്റ്റീജ് കസ്റ്റമേഴ്സ് അധികം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ വേറെ ഒന്നും നോക്കില്ല, നമ്മൾ പറയേണ്ട കാര്യമില്ല. അവർക്കറിയാം ഞാൻ ഈ പ്രോഡക്റ്റ് കല്യാണത്തിന് വാങ്ങിച്ച കുക്കർ എന്നും പറഞ്ഞ് എനിക്കും പറയാനുണ്ടാവും, അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കഥകൾ പറയാനുണ്ടാവും. എനിക്ക് കല്യാണത്തിന്റെ സമയത്ത് എൻ്റെ അമ്മ മേടിച്ചതാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ളതാ, ഇപ്പോഴും ഞാൻ കാലകാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയും പറയാൻ കുറെ കഥകൾ എനിക്കുണ്ട്. എൻ്റെ വീട്ടിലും പ്രസ്റ്റീജ് ആണ്. സെക്കൻഡ് ജനറേഷൻ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. അലുമിനിയം കുക്കേഴ്സ് 20 ലിറ്ററിൻ്റെ ഒക്കെ കസ്റ്റമർ കൊണ്ടുവന്നിട്ട് പറയും അവരുടെ കല്യാണ സമയം ഇപ്പം അവരുടെ മക്കൾ കല്യാണം കഴിച്ചു, എന്നിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ചിന് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ 2 ജനറേഷനൊക്കെ യൂസ് ചെയ്ത അത്രയും ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ 76ാമത്തെ വർഷമാണ് ഇപ്പൊ. 75 ഇയേഴ്സ് കഴിഞ്ഞു പ്രസ്റ്റീജ് 76th ഇയർ ആണ്. ഞങ്ങളുടെ ഒരു സ്റ്റോർ ട്രിവാൻഡ്രം ഉണ്ട്. ലുലുമാൾ കഴിഞ്ഞിട്ട് ഈഞ്ചക്കലിനടുത്ത് ഈ ഓഫർ സെയിം ഓഫർ അവിടെ അവൈലബിൾ. അപ്പൊ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതും ജൂൺ ലാസ്റ്റ് വരെയൊക്കെ ഉണ്ട്. അപ്പൊ മിസ് ചെയ്യേണ്ട നല്ലൊരു ഓഫറാണ്, നല്ല ബെനിഫിറ്റോട് കൂടി. നമ്മുടെ വീട്ടിലിരിക്കുന്ന കുറേ സൺസൈഡിന്റെ മുകളിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വലിച്ചു വരി കുറേ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുക്കളയുടെ മുകളിൽ നമ്മൾ കുറേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി സ്റ്റോർ ചെയ്യണ്ട, അതൊക്കെ ഇങ്ങോട്ട് പോകുന്നു. നല്ല നല്ല വെറൈറ്റി പുതിയ മോഡൽസ്, പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വേറെ ഒന്നും ഈ സ്ക്രാപ്പ് കൊണ്ടുവരുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം. കാര്യം വെച്ചാൽ ഞങ്ങൾ ഇതിനെ ഈ സ്ക്രാപ്പിനെ സ്ക്രാപ്പ് ആക്കിയിട്ടാണ് പോണേ. ഒരു കാരണവശാലും ഇത് ഫാക്ടറി പോയിട്ട് നമുക്ക് ഇല്ല, നമ്മൾ റീസൈക്ലിംഗ് പരിപാടിയേ ഇല്ല. നമ്മളെല്ലാം ഫുഡ് ഗ്രേഡ് ഉള്ള ഏറ്റവും നല്ല ഇന്ത്യയിലെ അവൈലബിൾ ഏറ്റവും ബെസ്റ്റ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ പേര് പറയാത്തതാണ്, കാരണം ഏറ്റവും നല്ല അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്റ്റീലും അലുമിനിയമാണ് എടുക്കുന്നത്. വെർജിൻ ആയിട്ടുള്ള സ്റ്റീലാണ്, വെർജിൻ അലുമിനിയമാണ് യൂസ് ചെയ്യുന്നത്. റീസൈക്കിൾഡ് പരിപാടിയിൽ ഈ കൊണ്ടുവരുന്നതിനെ സ്ക്രാപ്പ് ചെയ്യാണ്, അതാത് സ്ഥലങ്ങളിൽ സ്ക്രാപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ വെസൽസ് എടുക്കുമ്പോൾ ഒക്കെ ഹൈജീൻ ആയിട്ടായിരിക്കും ഫുഡ് ഗ്രേഡും ആയിരിക്കും. അങ്ങനെ കുറേ വെറൈറ്റീസ് ഇനിയും കാത്തിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. ഇനി കാണിക്കാൻ പോകുന്നത് കുറേ കുക്കേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. അതിന് മുന്നേ ഇവിടെ ഇങ്ങനെയും വാട്ടർ ബോട്ടിൽസ്, ഫ്ലാസ്ക്സ്, ഇതും 24 മണിക്കൂർ തണുപ്പ് വേണേൽ തണുപ്പ്, 24 മണിക്കൂർ ചൂട് വേണേൽ ചൂട് വരുന്ന ഫ്ലാസ്കുകളാണിത്. ഓക്കെ, അത് എത്ര ലിറ്റർ വരെ ഉണ്ട്? നമുക്ക് 1/2 ലിറ്റർ മുതൽ 1.5 ലിറ്റേഴ്സ് വരെ അവൈലബിൾ ആണ്. പിന്നെ അതൊക്കെ വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. ഇതും ഫ്ലാസ്ക് ആണ്. ഇതൊക്കെ വാട്ടർ ബോട്ടിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് പറ്റിയ വാട്ടർ ബോട്ടിൽസ് ആണ്. ഇത് 6 ലിറ്ററിന്റെ ഫ്ലാസ്ക് ആണ്. എത്ര? 1/2 ലിറ്ററിന്റെ. ഓക്കെ, വിത്ത് ബാഗ് അടക്കമാണ് വരുന്നത് കേട്ടോ. പ്രസ്റ്റീജിന്റെ സെയിം ആ ഒരു ബാഗ് അടക്കം വരുന്നത്. അത് കൂടാണ്ട് ഇനി ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലെൻഡർ, ഹാൻഡ് ബ്ലെൻഡർ ആണ്. ഇലക്ട്രിക് അല്ല കേട്ടോ, ഹാൻഡിന്റെ ആണ്. ഇലക്ട്രിക് ബാക്കിൽ ഇരിപ്പുണ്ട്. ഇതാ നമുക്ക് അതും എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. 2000 ചില്ലറയാണ്, 1000 ചില്ലറ വരുള്ളൂ. അതെയോ? ഓ, അതും പ്രസ്റ്റീജിന്റെ കേട്ടോ. ഇനി കേക്ക് ബേക്കർ ആണ്. നിങ്ങളൊരു ബേക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു ആവശ്യം എല്ലാ ആവശ്യമുള്ളതാണ് അല്ലേ. ബേക്കർ ആയാലും എന്തൊരു ആവശ്യത്തിനായാലും ഇവിടെ ഐറ്റംസ് ഉണ്ട്. ഇനി ഇത് കൂടാണ്ട് ബ്രെഡ് ടോസ്റ്റർ ആണ് ഇതില്. ഇത് ഒരു മോഡലുള്ളൂ അല്ലെങ്കിൽ എത്ര? 2-3 മോഡലുണ്ട് നമ്മുടെ അടുത്ത്. ഇപ്പൊ അവൈലബിൾ ഇതാണ്. ഫാസ്റ്റ് മൂവിങ് ഐറ്റം ആണ് ഇത്. ഇതിലെ അങ്ങനെ പെട്ടെന്ന് ക്യൂട്ട് കളറും ആണ്. പിന്നെ നല്ല ഫാസ്റ്റ് ആയിട്ട് പോപ്പ് ടോസ്റ്റർ എന്ന് പറയും. പിള്ളേർക്കും പിന്നെ കളർ കാണുമ്പോൾ പെട്ടെന്ന് അവിടെ ഇരുന്ന് തന്നെ അവർ പെട്ടെന്ന് ചൂട്ടോളും. അവർക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻസും മോഡലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ഇതിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വരുന്നത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് എന്ന് പറയും. എല്ലാവരും ഇൻഡക്ഷൻ കുക്കർ എന്നാണ് പറഞ്ഞത്. ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ആണ്. നമുക്ക് 1200 വാട്ട്സ് തൊട്ട് 2200 വാട്ട്സ് വരെ അവൈലബിൾ ആണ്. അതിൽ തന്നെ 5 മോഡൽസ് വരുന്നുണ്ട്. 7-8 മോഡൽ അവൈലബിൾ ആണ്. ഇത് അപ്പൊ ഇതിന്റെ എങ്ങനെയാ ഈ മോഡൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് സെയിം വെസൽസ് ഒക്കെ എങ്ങനെയാ? വെസൽസ് നമുക്ക് ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള, പിന്നെ പ്രസ്റ്റീജിന്റെ 98% പാത്രങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ആകെ 2% ഉള്ളൂ പാത്രങ്ങൾ. അതിലേക്ക് നമ്മുടെ ഈ അപ്പച്ചട്ടിയൊക്കെ ഇല്ലേ, അതിന്റെ ബേസ് ഒക്കെ എന്താ റൗണ്ട് ആയതുകൊണ്ട് അത് വെക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ഒരു 98% ഫ്ലാറ്റ് ആയിട്ടുള്ള ബേസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വെക്കാം. അതായത് ഇൻഡക്ഷൻ ബേസ്ഡ് പാത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്റ്റെയിൻലെസ് സ്റ്റീലിലും പറ്റും. നമ്മുടെ അലുമിനിയം കുക്കേഴ്സും പറ്റും ഇതിൽ. അപ്പൊ ഇനി ഇതിലും നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഇതിൽ എല്ലാത്തിലും ഓഫർ. വാട്ടർ ബോട്ടിൽസിനില്ല, അങ്ങനെ ചില ഇതിന് മാത്രമേ ഉള്ളൂ. ഒരു 2% നമുക്ക് വേണമെങ്കിൽ 2% ഇല്ല, 0.5% അതിലേതൊക്കെ പെടും? വാട്ടർ ബോട്ടിൽസ് പെടും. പിന്നെ നമ്മുടെ ഈ ചില ഐറ്റംസിന് നമ്മൾ ഓൾറെഡി കമ്പനി ഓഫർ കൊടുക്കുന്നുണ്ട്. ഈ
ബിൽഡ് യുവർ കിച്ചൺ BYK എന്നും പറഞ്ഞൊരു സെറ്റ് വരുന്നുണ്ട്. ആ സെറ്റൊക്കെ 5000 ചില്ലറ രൂപ ഇപ്പൊ 2000 ചില്ലറക്കൊക്കെ പോണത്. അപ്പൊ അതിനൊന്നും ഓൾറെഡി ഡിസ്കൗണ്ട് ഉണ്ട്, കമ്പനി കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേളിൽ ഓഫർ. പിന്നെ ഈ കമ്പനി കൊടുത്ത ഡിസ്കൗണ്ടിൽ തന്നെ ചിലതിലൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്, അതും ഉണ്ട്. അപ്പൊ എല്ലാം തരം ഉണ്ട്. ഇപ്പൊ ചിലതിന് പറഞ്ഞാൽ മൈന്യൂട്ട് ആയിട്ട് ഇപ്പൊ ഈ വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളും മാത്രമല്ല, അത് കൂടാണ്ട് കമ്പനി ഓഫർ കൂടാണ്ട് നമ്മൾ പാത്രങ്ങൾ കൊണ്ടുവരാണെങ്കിൽ അതും പ്രസ്റ്റീജിന്റെ തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ എന്ത് ഐറ്റംസ് ഏത് ബ്രാൻഡ് ആയാലും കൊണന്നാൽ മതി, ഏത് കണ്ടീഷൻ ആയാലും. അയ്യോ, നേരത്തെ ഒരാള് എന്താ പറയാ, എനിക്ക് പറയാൻ പോലും പറ്റില്ല, അത്രയും തുരുമ്പ് പിടിച്ചിട്ട് ഭയങ്കര ഒരു ഇതിലാണ് കൊണ്ടുവന്നത്. അതുവരെ ഇവിടെ സ്വീകരിക്കുന്നതായിരിക്കും. നമ്മൾ എന്താണ് നല്ല ആഹാരം ഉണ്ടാക്കുക, നല്ല ആരോഗ്യപരമായിട്ടുള്ള ഇത് കുക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. ഈ കോട്ടിങ് പോയത് കഴിവ് യൂസ് ചെയ്യാതിരിക്കുക. കോട്ടിങ് ഇളകാതിരിക്കാനുള്ള ഇത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീഡിയോ കണ്ടാലാണ് ആ ഒരു ടിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് വീഡിയോന്റെ ഇടയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുക്കറിലേക്ക് കിടക്കാം. നമ്മുടെ ഇത് നക്ഷത്ര എന്ന് പറയുന്ന മോഡൽസ് ആണ്. നക്ഷത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നർ ലിഡ്സ് ആണ്. നമ്മുടെ കുക്കേഴ്സ് ഇന്നർ ലിഡും ഔട്ടർ ലിഡായിട്ട് രണ്ടായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇന്നർ ലിഡ് എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന മൂടി, ഇങ്ങനെ. ഇതൊക്കെ ഇന്നർ ലിഡാണ്. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമുള്ളൊരു ഇതാണ്, സ്പിൽ ഫ്രീ ആയിട്ടുള്ളതാണ്. ഇത് ചീറ്റി പോകത്തില്ല. പണ്ടൊക്കെ കുക്കർ കഴുകണമെങ്കിൽ ഇവിടെ എല്ലാം കഴുകി വൃത്തിയാക്കാൻ പാടാണ്. അപ്പോൾ ഈ ലിഡിന്റെ ഡിസൈൻ വന്നിട്ട് പേറ്റന്റഡ് ആണ്. ഇത് സ്പിൽ ഫ്രീ ആണ്. അപ്പോൾ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും പുറത്തേക്ക് വെളിയിലോട്ട് ചീറ്റിട്ട് താഴോട്ട് ഒലിക്കില്ല. കുക്കർ ക്ലീൻ ചെയ്യേണ്ടി വരില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നല്ലേ? ഓക്കെ, പ്രസ്റ്റീജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതില് എത്ര ലിറ്റർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും? ഈ ഒരു 1.5 ലിറ്റേഴ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ 1.5 ഒന്ന് കാണിച്ചു. ഏറ്റവും ചെറിയ സെയിം ആ ഒരു മോഡലിൽ തന്നെ കേട്ടോ. ഏറ്റവും ചെറുത് തൊട്ട് എത്ര ഇതുവരെ വരും? നമുക്കിപ്പോ ഈ സ്റ്റീലിലെ നക്ഷത്രയിൽ 5 ലിറ്റർ ഉള്ളത്. 7.5 അവൈലബിൾ. ഓക്കെ, 5 ലിറ്റർ വരെ വരുന്നുണ്ട് അല്ലേ? ഏറ്റവും ചെറുതാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് എന്ന് പറയുമ്പോൾ നിസ്സാര റേറ്റുള്ള നമ്മുടെ കയ്യിലുള്ളത് വലിയ കുക്കർ കൊണ്ടുവരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വാല്യൂ വ്യത്യാസം കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ചെറിയ കുക്കർ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറുക്കുണ്ടാക്കാൻ അതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട്. പക്ഷെ എന്താ ചെയ്താൽ ഹൈ ഫ്ലെയിം വെക്കും. നമ്മുടെ ഈ ബ്രാസ് ബർണേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലെയിം വരുന്നതാണ്. അപ്പോൾ കഴിവും ചെറിയ കുക്കർ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ എന്തൊരു കുക്കറിൻ്റെ പിടി, അടിഭാഗം ഇതൊന്നും ചീത്തയാവില്ല, കൂടുതൽ ലാസ്റ്റ് ചെയ്യും. പണ്ടത്തെ ആൾക്കാർ ഈ 35 വർഷമൊക്കെ യൂസ് ചെയ്ത പോലെ നമുക്ക് ഒരുപാട് വർഷം യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് സമയം ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ ഫുൾ ഫ്ലെയിം വെക്കുന്നതാണ്. പ്രഷർ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഫാസ്റ്റ് കുക്കിംഗ് ആണ്. അതിനെ ഡബിൾ ഫാസ്റ്റ് ചെയ്യുകയാണ് ഹൈ ഫ്ലെയിം വയ്ക്കുമ്പോൾ. അങ്ങനെ ചെയ്യാതിരിക്കുക. ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ എന്താ പറയുക, പാത്രങ്ങളുടെ ഇതൊക്കെ നന്നായിട്ട് നിൽക്കണം. ലോങ് ലൈഫ് ആയിട്ട് ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്പുകളൊന്ന് ഫോളോ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ പറയാറുണ്ട് കസ്റ്റമറുടെ അടുത്ത്, ഈ ചെറിയ ഇത് എടുക്കുമ്പോൾ ഈ ലോ ഫ്ലെയിമേ യൂസ് ചെയ്യാവുള്ളൂ. ഹൈ ഫ്ലെയിം യൂസ് ചെയ്യാൻ കംപ്ലൈന്റ് ഒന്നും വരില്ല. പക്ഷെ എന്നാലും നമ്മളൊരു ഇത് ഹൈ ഫ്ലെയിം ആകുമ്പോൾ കുറെയൊക്കെ സൈഡിൽ കൂടെ പുറത്തേക്ക് 10 വർഷം നിൽക്കേണ്ട സാധനം 5 വർഷം നിൽക്കുള്ളൂ. അങ്ങനെ കുറെ ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഈ കുക്കേഴ്സ് ഒക്കെ 10 വർഷം വാറണ്ടിയാണ്. 10 വർഷം വാറണ്ടിയാണ് വാറണ്ടി. എന്ത് കംപ്ലൈന്റ് വന്നാലും 10 വർഷം വാറണ്ടി. പിന്നെ ഫ്രീ 5 വർഷം വാറണ്ടി ഉള്ളതും ഉണ്ട് കേട്ടോ കുക്കേഴ്സ്. ഇത് ഈ കാണുന്ന എല്ലാം 10 ഇയർ. അത് ഓരോരോ ഡിസൈൻസ് ഓരോരോ മോഡലും പ്രൈസും അനുസരിച്ചാണ്. ഓക്കെ, പിന്നെ ഇത് വരുന്നത് ഇത് ഹാർഡ് അനഡൈസ്ഡ് ആണ്. ഇപ്പോൾ അലുമിനിയം കുക്കേഴ്സ് ഇല്ലേ, അലുമിനിയം കുക്കറിനെ അനഡൈസ് ചെയ്യുക. അതായത് അലുമിനിയത്തിനെ അനഡൈസ് ചെയ്തെടുക്കുക, ഹീറ്റ് ചെയ്തിട്ട് ഒരു പ്രോസസ്സാണത്. അങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. ഇത് കോട്ടിംഗ് ഒന്നുമില്ല. ആൾക്കാർ ഇത് കോട്ട് ചെയ്താണ് പെയിന്റ് അല്ല, ഹീറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്. എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ കൈ തട്ടിയാൽ അല്ലെങ്കിൽ നമുക്കിത് ഉരച്ച് കഴുകുമ്പോൾ ഇതിന്റെ കളർ പോവാ, ഫേഡ് ആവാ, അങ്ങനത്തെ പ്രശ്നങ്ങൾ കളർ അല്ല, ഇത് ഹീറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിൽ. അപ്പൊ സെയിം ആ ഒരു പാത്രം ആ കളറിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ഉരച്ചാലും അതിന്റെ കളർ പോവില്ല. എങ്ങനെ വേണേലും ഇട്ട് ഉരയ്ക്കാം. മെറ്റൽ സ്ക്രബ് ഇട്ട് ഉരയ്ക്കരുത്, കാരണം അലുമിനിയം ആണ്. പിന്നെ ഇതിന്റെ തന്നെ ഒരു കളർ ഡിഫറെന്റ് ഒരു മോഡലിൽ തന്നെ, പക്ഷെ ഉള്ളിലിരിക്കുന്ന സംഭവം കുക്ക് ചെയ്യുമ്പോൾ സെയിം ആ ഒരു കുക്കിങ്ങിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ ചെറുതും വലുതായിട്ടുള്ള എല്ലാ ഐറ്റംസ് വരുന്നുണ്ട്. കുക്കറിൽ വെച്ച് നോക്കുമ്പോൾ കുറേ ഉണ്ട്, ഇനിയും വെറൈറ്റി. പക്ഷേ ഇവിടുത്തെ തീർത്തിട്ട് പോവാം നമുക്ക്. ഇത് കൂടാണ്ട് നമുക്ക് ഇത് OTG എന്ന് പറയും, ഓവൻ, ടോസ്റ്റർ ആൻഡ് ഗ്രില്ല്. നമുക്ക് ഓവനായിട്ട് യൂസ് ചെയ്യാം, ടോസ്റ്ററായിട്ട് യൂസ് ചെയ്യാം, ഗ്രില്ലായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ 3 പർപ്പസ് ആയിട്ടുള്ളതാണ്. അപ്പം റീഹീറ്റ് ചെയ്യാൻ പറ്റില്ല. ഭക്ഷണം റീഹീറ്റ്, മൈക്രോവേവ് പോലെ റീഹീറ്റ് ചെയ്യാൻ പറ്റില്ല. ബേക്കിംഗ് പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. ബേക്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചിക്കൻ ഒക്കെ ഗ്രില്ല് ചെയ്യണമെങ്കിൽ അത് പറ്റും. പിന്നെ ബ്രെഡ് ഒക്കെ ടോസ്റ്റ് ചെയ്യണം. അത് എത്രന്റെ ഒക്കെ ഇത് ഇരിക്കുന്നത്? ഇതിപ്പം ലിറ്റേഴ്സ് ആണ്, 26 ലിറ്റേഴ്സ്, 42 ലിറ്റേഴ്സ്. ഇത് എത്ര തൊട്ട് ലിറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്? 18 ലിറ്റേഴ്സ് തൊട്ട്. 18 ലിറ്റർ തൊട്ട് എത്ര വരെ ഉണ്ട്? 46 ആണ് ഏറ്റവും ടോപ്പ് വരുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ 2 മോഡലാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഇതൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് കാണിക്കാൻ പറ്റും, ജസ്റ്റ് വെറുതെ ഒന്ന്. ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിലത്തെ സ്പേസ് ആണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ
യെസ്, അത്യാവശ്യം ഇത്ര ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചെന്ന് മാത്രമല്ല, ലിറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഏകദേശം റേറ്റ് ഒക്കെ എത്ര വരും? ഇതിപ്പോൾ 12,795 എന്നുള്ളതാണ്. നിങ്ങൾ എന്താ എക്സ്ചേഞ്ചിന് കൊണ്ടുവരുന്നത് അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഏറ്റവും മാക്സിമം ഒരു ഡിസ്കൗണ്ട് വരുമ്പോൾ ഒരു 8,500 ആ റേഞ്ച് വരും ഡിസ്കൗണ്ട് ചെയ്താൽ. ഞാൻ കേട്ടത് തെറ്റിയിട്ടൊന്നുമില്ലല്ലോ, എന്താ ഒന്നുകൂടി പറഞ്ഞേ? 8,500 12,700 സംതിങ് അല്ലേ പറഞ്ഞത്? എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ റേറ്റ് കുറയും. 8,000 കേട്ടോ. അപ്പൊ അതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഡിപ്പെൻഡ് ചെയ്യും എന്താണ് എക്സ്ചേഞ്ചിന് കൊണ്ടുവരുന്നത് അതിനനുസരിച്ച്. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കുള്ള പ്രൈസ്. പക്ഷെ 8,000 ആണ് നമുക്ക് കിട്ടുന്ന പ്രൈസ്, ഓഫർ പ്രൈസ്. ഇത് ഏറ്റവും ടോപ്പ് വരുന്നത് ലിറ്റർ എത്ര? 46 42. അപ്പോൾ ഇതിന്റെ പാർട്സുകൾ അതിൽ തന്നെ വെച്ചു, ഇനി അത് പോണ്ട. അപ്പോൾ അതവിടെ സേഫായി ഇരിക്കുകയാണ്. പിന്നെ ക്ലീനിങ് ടിപ്സ് എന്നൊക്കെ പറയുമ്പോൾ നല്ല നല്ല സേഫായിട്ട് നല്ല രീതിയിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇവിടെ ടിപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്, ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി, കുറേ ടിപ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുമ്പോൾ വേറൊന്ന് മൈക്രോവേവ് ഇപ്പം നിന്നുകൊണ്ടിരിക്കുകയാണ്. OTG ആണ് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം മൈക്രോവേവിൽ ഈ വേവ്സിൻ്റെ ഇതാണല്ലോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റിംഗ് റോഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫുഡിന്. അത് മാത്രമല്ല പ്ലസ് ഒരു ഫാനും ഉണ്ട്. നമുക്ക് ഡിസൈഡ് ചെയ്യാം, 5-6 മോഡുണ്ട്. ഓരോ മോഡ്, ഒരു റോഡ് ഹീറ്റ് ആവണമെങ്കിൽ ഒരു റോഡ്, 2 റോഡ് വേണമെങ്കിൽ 2 റോഡ്, മൂന്നാമത്തെ 4, പിന്നെ പ്ലസ് ഫാന്, ഹീറ്റിംഗ് ഫാന്. അപ്പം നമുക്ക് തന്നെ കൺട്രോൾഡ് കുക്കിംഗ് ചെയ്യാൻ പറ്റും. ബേക്ക് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അത് മൊത്തത്തിൽ ഇപ്പൊ അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും, എന്താണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി അടുത്തതിലേക്ക് കടന്നാലോ? അടുത്തത് കുക്കേഴ്സ് ആണ്. കുക്കേഴ്സിൽ തന്നെ ഇത്രയും അധികം വെറൈറ്റീസ് കമ്പനിയുടെ അടുത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ അടുത്തുണ്ട്. എല്ലാതും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പുതിയ സംഭവം ഉണ്ട്, ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് എന്താ സംഭവം എന്നൊന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നല്ല വെയിറ്റും ഉണ്ട്. നല്ല വെയിറ്റും ഉണ്ട്. ഇതിപ്പം ഫ്ലിപ്പ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള കുക്കറാണ്. ഓക്കെ, ഫ്ലിപ്പ് ഓണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് കുക്കറായിട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പം മാത്രം ഈ ലിഡ് യൂസ് ചെയ്താൽ മതി. കുക്കറായിട്ട് യൂസ് ചെയ്യേണ്ട സമയത്ത് മാത്രം ലിഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതൊരു കുക്ക് വെയറാണ്. ഓക്കെ, നിങ്ങൾക്ക് പാല് തിളപ്പിക്കണമെങ്കിൽ പാല് തിളപ്പിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, ഉപ്മാവ് എല്ലാം ഉണ്ടാക്കാം. അപ്പൊ മൾട്ടിപർപ്പസ് വേണമെങ്കിൽ മൾട്ടിപർപ്പസ് കുക്കറായിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രം ലിഡ് യൂസ് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെയാ സാധാരണ നമ്മൾ വിസിൽ ഒറ്റ കൈ കൊണ്ട് നമുക്ക് ലോക്ക് ചെയ്യാം, ഏത് പൊസിഷനിലും ചെയ്യാം. ഇങ്ങനെ തിരിക്കെ പിടിക്കൊന്നും വേണ്ട. അയ്യോ, പണ്ടൊക്കെ ഈ തിരിക്കലും പിടിക്കലും അങ്ങനത്തെ സംഭവമൊക്കെ വേണം. പക്ഷെ ഇതിൽ അങ്ങനെ വേണ്ട, ഡയറക്റ്റ് വെച്ചു ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രസ്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഇതില് നമ്മൾ സാധാരണ വിസിൽ വെക്കണ പോലെ ഇതിന്റെ വിസിൽ വരുന്നുണ്ട്, ഇതിന്റെ സെപ്പറേറ്റ് വരുന്നുണ്ട്. അതാണ് ഇവിടെ വെക്കണത് കേട്ടോ. അപ്പൊ അടിപൊളി സംഭവം കേട്ടോ. ഇതിന് എങ്ങനെയാ ലിറ്റർ വരുന്നത്? 2 ലിറ്റർ, 3 ലിറ്റർ, 5 ലിറ്റർ ഇങ്ങനെ ഇതിലാ വരുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഗ്ലാസ് ലിഡ് ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ വരുന്നത്. ഇതിപ്പോ സെർവ് ചെയ്യാനാണ്, കുക്ക് ചെയ്തതിനു ശേഷം വേറെ പാത്രത്തിലാക്കണ്ട, സെർവ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് മതി. ഓക്കെ, അപ്പൊ ഇത് 2-in-1 ഓപ്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ, രണ്ടും നടക്കും കാര്യം. അപ്പൊ അധികം റേറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ ഇതിന്? റേറ്റ് ഉണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ കുറയും. പിന്നെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ഇതിന്റെ വേറെ സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കണ്ടില്ലേ, ഇതൊരു പ്രഷർ ഇൻഡിക്കേറ്റർ ആണ്. ഈ പ്രഷർ ഉള്ള സമയത്ത് നമുക്ക് ഒരു കാരണവശാലും ഓപ്പൺ ആവില്ല. ഓക്കെ, പ്രഷർ ഇല്ലാത്തപ്പോൾ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. അപ്പം നമ്മുടെ സേഫ്റ്റിയും കൂടി നോക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പ്രസ്റ്റീജിന് നമ്മ പിന്നെ പാചകം ചെയ്യുന്നവരുടെ സേഫ്റ്റി ആണല്ലോ മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ അതിന്റെ വലിയ ഇത് എത്ര ലിറ്ററിന്റെ വരുന്നത്? അത് 3 ലിറ്റർ ആണ്. 3 ലിറ്റർ. ഓക്കെ, 3 ലിറ്ററിന്റെ ഇതും സെയിം തന്നെ കേട്ടോ. തിരികെ പിടിക്കൊന്നും വേണ്ട, സെയിം ആ ഒരു. എത്ര ലിറ്റർ വരെ വരും ഇതില്? 5 ലിറ്റേഴ്സ് വരെ. കാരണം വെയിറ്റ് കൂടുതലാണ്. ഈവൻ 5 ലിറ്ററിന്റെ വെയിറ്റ് കൂടുതലായിരിക്കുമല്ലോ, അതിൽ ഫുഡും കൂടെ കൂടുതൽ വെയിറ്റ് ആണ്. 5 ലിറ്ററിൽ സീൽ ചെയ്തിരിക്കുകയാണ്. 5 ലിറ്റേഴ്സ് വരെ ഉള്ളൂ. അപ്പോൾ അതിനകത്തുള്ള നമുക്ക് സ്റ്റീം ചെയ്യാനുള്ളൊരു പാത്രമുണ്ട് താഴെ വെക്കാൻ, പ്ലസ് വെയിറ്റ് ഒക്കെ ഇതിന്റെ കൂടെ തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ഇത് തിരികെ പിടിക്കുക ഒന്നും വേണ്ട, ജസ്റ്റ് വെച്ചു. അതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം. അവിടെ അങ്ങോട്ട് കിടന്നു. പിന്നെ ഒരു കാരണവശാലും ഇത് ഓപ്പൺ ആവില്ല. ഇനി ഇത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇതിന്റെ വലിയ ലിറ്ററിന്റെ ആണോ കാണുന്നത്? 5 ലിറ്ററിന്റെ മുകളിൽ ഇരിക്കുന്നത് കേട്ടോ. 5 ലിറ്ററിന്റെ ഈ ഒരു മുകളിൽ ഇരിക്കുന്നത്. അപ്പൊ ഫ്ലിപ്പ് ഓൺ എന്നാണ് ശരിക്കും ഇതിനെ പറയല്. ഇതിപ്പോ പുതിയ മോഡലെന്ന് തോന്നുന്നു. കുറച്ചായി പുതിയത് വന്നത് ഫ്ലിപ്പ് ഓണിന്റെ ട്രൈപ്ലൈയാ. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ട്രൈപ്ലൈ എന്ന് പറയും. ട്രൈപ്ലൈ ഇത് അത് തമ്മിൽ എന്താ വ്യത്യാസം? ഓരോന്ന് പുതിയത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കട്ടോ. പണ്ടത്തെ കുക്കർ തന്നെ ഇപ്പോഴും പ്രസ്റ്റീജിന്റെ ഞാൻ ഉപയോഗിച്ചോണ്ടിരിക്കുന്ന കാരണേ ഒരു 25 കൊല്ലമായി ഞാൻ ഒരേ കുക്കർ ഉപയോഗിച്ചോണ്ടിരിക്കണേ. ഇനി എന്തെങ്കിലും മാറ്റേണ്ട സമയമായി. ഇത് ട്രൈപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്ക് 3 ലെയർ ആണ്.
ഇത് നമ്മുടെ ഫ്ലിപ്പ് ഓൺ തന്നെയാണ്, ഫ്ലിപ്പ് ഓൺ ട്രൈപ്ലൈ എന്ന് പറയും. ഇത് 5 ലിറ്റേഴ്സ് ആണ്. ഇതിൽ സ്റ്റീൽ യൂസ് ചെയ്തിട്ടുണ്ട്, അകത്തും പുറത്തും സ്റ്റീലാണ്, ഇന്നറും ഔട്ടറും വാൾ സ്റ്റീലാണ്, നടുക്കൂടെ അലുമിനിയം പോകുന്നുണ്ട്. അപ്പോൾ അലുമിനിയം പോകുമ്പോൾ എന്താ പറ്റുമെന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ ഈവൻലി കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ലോ ഫ്ലെയിമിൽ കരിയില്ല, അടി പിടിക്കില്ല, പിന്നെ പാത്രം കുറേ കാലം നിൽക്കും. അങ്ങനെ 3 ലെയറിൽ ചെയ്തിട്ടുള്ളതാണ്. 2 സ്റ്റീലിന് നടുക്കൂടെ ഒരു അലുമിനിയം പോകുന്നുണ്ട്. നമ്മളെ ഫുഡായിട്ട് കോണ്ടാക്റ്റും ചെയ്യില്ല, അതുകൊണ്ട് ഹെൽത്തിയാണ്. അപ്പോൾ കുറേ പഠിക്കാനുണ്ട് ഇവിടെ വരുമ്പോൾ. നമ്മൾ വില കൊടുത്താലും നല്ല സാധനമാണ്, ഒരുപാട് കാലം നിൽക്കും. പിന്നെ എന്താ പറയുക, ഗ്യാസ് സേവ് ചെയ്യാം, കറണ്ട് സേവ് ചെയ്യാം. ഈ ട്രൈപ്ലൈ ആകുമ്പോഴത്തേക്ക് ട്രൈപ്ലൈ നോർമൽ കുക്കേഴ്സും ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് കറണ്ടൊക്കെ സേവ് ചെയ്യാം. അതായത് നോർമലി നമ്മൾ ഈ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിം അല്ലേ വെക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല, ചെറുതായിട്ട് വെച്ചാൽ മതി. പെട്ടെന്ന് ഹീറ്റ് ആവും, അലുമിനിയം നടുക്കുള്ളത് കൊണ്ട് പെട്ടെന്നാവും. അപ്പൊ പെട്ടെന്ന് കാര്യം നടക്കും ചെയ്യും നമ്മുടെ ഉള്ളിലുള്ള കുക്കിംഗ്. പിന്നെ കുറെ നേരം അടുക്കളയിൽ നിന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് പാചകം ചെയ്യുമ്പോൾ ആ ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫ് ആക്കിയിടുമ്പോൾ കറണ്ട് കാശും കുറയും, അങ്ങനെ അല്ലേ? അതും വലിയൊരു സംഭവം. കുറെ നേരം എനിക്കൊന്നും അടുക്കളയിൽ അധികം നേരം നിൽക്കാൻ ഇഷ്ടമില്ല കേട്ടോ. പെട്ടെന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുൾ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ബെസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ, പിന്നെ സേഫാണ്, ഹൈജീനിക് ആണ്. അപ്പോൾ അങ്ങനെ കുക്കറിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പുതിയ വെറൈറ്റി, എനിക്ക് പുതിയതാണ്. ഇനി നിങ്ങളാർക്കെങ്കിലും ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ള പരിചയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോമന്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതിനും ഓഫേഴ്സ് ഉണ്ട്. ഇനി ഈ മോളിലിരിക്കുന്നത് അത് പറയുന്നതിന് മുമ്പ് ഇത് അലുമിനിയം കുക്കേഴ്സ് ആണ്. നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അലുമിനിയം കുക്കേഴ്സ് ആണ്. അപ്പം ആദ്യം ഉപയോഗിച്ചവർക്ക് ഇപ്പോഴും അലുമിനിയം തന്നെ വേണമെന്ന് ചില ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതിന് അലുമിനിയം കുക്കേഴ്സ് ഉണ്ട്. ഈവൺ ഇതിൻ്റെ ലിഡ് നമ്മൾ സ്പിൽ ഫ്രീ ആക്കിയിട്ടുണ്ട്, പുറത്തേക്ക് പോവാതിരിക്കാൻ. അപ്പം ഇങ്ങനത്തെ കുക്കർ വാങ്ങുമ്പോൾ പുറത്തുനിന്ന് തുറക്കണതാ അല്ലേ? ഇത് ഔട്ടർ ലിഡാണ്, ഇങ്ങനെ ഔട്ടർ ലിഡാണ്. അപ്പം ഈ കുക്കേഴ്സ് വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അലുമിനിയം കുക്കർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഹെൽത്ത് ഹസാർഡ് ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഇതിലൊന്നും നമ്മൾ മെറ്റൽ സ്ക്രബ് വെച്ച് യൂസ് ചെയ്യാണ്ടിരുന്നാൽ മതി. നോർമൽ സ്ക്രബ് യൂസ് ചെയ്യുക ക്ലീൻ ചെയ്യാനായിട്ട്. മെറ്റൽ സ്ക്രബ് ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഉപ്പ് മഞ്ഞളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാം എന്ന് ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് മെറ്റൽ സ്ക്രബ് യൂസ് ചെയ്യാണ്ട് നോർമൽ സ്ക്രബ് വെച്ച് വാഷ് ചെയ്യുക. അപ്പോൾ ഹൈജീനിക് ആയിട്ട്. ഇതിലും നമുക്ക് ലിറ്റേഴ്സ് വരുമ്പോൾ നമുക്ക് 1.5 ആണ് സ്റ്റാർട്ടിംഗ്. എല്ലാ കുക്കറിലും 1.5 നമുക്ക്. അത് ചിലത് 5 ആവും, ചിലത് 10ലേക്ക് കയറും. 10 അലുമിനിയം കുക്കേഴ്സ് ഈവൻ നമുക്ക് 20 ലിറ്ററും ഉണ്ട്, 20 ലിറ്റർ വരെ ഉണ്ട്. ഈ ഹോട്ടൽ പർപ്പസിനൊക്കെ കൊണ്ടുവന്ന 20 ലിറ്ററിന്റെ കുക്കേഴ്സ് ഉണ്ട്. ലാസ്റ്റ് ഇരിക്കുന്ന 20 ലിറ്റർ കുക്കറാണ്. 20 ലിറ്ററിന് വരുന്നുണ്ടല്ലോ. 10 ലിറ്റർ 12 ലിറ്റർ 20. അത് അലുമിനിയത്തിന്റെ ആണെങ്കിൽ 20 വരും, അല്ലാത്തതാണെങ്കിൽ സ്റ്റീൽ ആവുമ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കുമല്ലോ, 10 ലിറ്റർ വരെ നമുക്ക് ഓപ്ഷൻസ് ഉള്ളൂ. എന്നാലും നല്ല ഇതിൽ കിടക്കുന്നുണ്ട് കുക്കറിന്റെ ഓപ്ഷൻസ് ഒരുപാട്. പിന്നെ ഈ കളറിൽ കിടക്കുന്ന നേരത്തെ കളർ എന്ന് പറഞ്ഞാൽ ഈ അലുമിനിയം കുക്കർ വന്നിട്ട് പ്യൂർ അലുമിനിയം ആണ്. അത് അലുമിനിയത്തിനെ ഹാർഡ് അനഡൈസ് ചെയ്യാന്നൊരു പ്രോസസ്സുണ്ട്. അപ്പം ആ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് കളറല്ല, അത് ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കളർ ചേഞ്ച് ആണ്. ഇത് കോട്ടിങ്ങോ ഒന്നുമല്ല, കോട്ടിങ്ങും അല്ല, കളർ പോവില്ല, ഫേഡ് ആവില്ല. സെയിം ആ ഒരു പാത്രത്തിലുള്ള ആ ഒരു പാത്രത്തിന്റെ കളർ അങ്ങനെ തന്നെയാണ് വരുന്നത്. അതിൽ 1.5 ലിറ്റർ തൊട്ട് 5 ലിറ്റർ വരെ 10 ലിറ്റർ വരെ ഇതിൽ തന്നെ വരുന്നില്ല. ഭയങ്കര ഹാർഡായിരിക്കും, വീണാലും ഒന്നും പെട്ടെന്ന് ഡാമേജ് ആവില്ല. ഹാർഡ് അനഡൈസ് ഡാമേജ് ആവത്തില്ല, അലുമിനിയം കുക്കർ പോലെ. പിന്നെ അത് ഔട്ടർ ലിഡ് ആണ് ഉള്ളത്. അപ്പൊ 2 ഓപ്ഷൻസ് ഉണ്ട്, ഔട്ടർ ഉണ്ട്, ഇന്നറും ഉണ്ട്. ഇത് കൂടാണ് പുതിയതായിട്ടുള്ള ഒരു ഫ്ലിപ്പ് മോഡൽ, അത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇത് 3.5 ലിറ്റേഴ്സ് ആണ്. ഇത് നല്ല സെയിലുള്ളൊരു മോഡലാണ്. പാൻ ആണ്, ട്രൈപ്ലൈ ആണ്. നല്ല, അതായത് കുക്കറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുക്കറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വേറെ വീട്ടിൽ നോർമൽ പാചകം ചെയ്യുമ്പം ഗ്യാസ് കുറച്ച് വെച്ചോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിൽ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ നമുക്കൊരു 1200 വെച്ചിട്ട് ചെയ്യാം. അപ്പം നല്ല എന്താ പറയുക, അടി പിടിക്കാം. ഗ്യാസിലും വെക്കാം, ഇൻഡക്ഷനിലും വെക്കാം അല്ലേ? രണ്ടിലും വെക്കാനുള്ള കറണ്ടും ഗ്യാസ് സേവ് ചെയ്യുക. ട്രൈപ്ലൈയുടെ ഉദ്ദേശം അതാണ്. ഇതിന്റെ ഉള്ളിലത്തെ ഈ സംഭവം ഇതൊരു പ്രഷർ ഇൻഡിക്കേറ്റർ എന്ന് പറയും. ഈ ഇത് പ്രഷർ ഇൻഡിക്കേറ്റർ ആണ്. അകത്ത് പ്രഷർ ഉള്ളപ്പോൾ ഇത് പൊങ്ങി നിൽക്കും. ഇത് പ്രഷർ താഴ്ന്നതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. ഇത് ഓപ്പൺ ആവുള്ളൂ അല്ല? ഇത് ഓപ്പൺ ആക്കാം, പക്ഷെ ഓപ്പൺ ആക്കരുത്. ഒരു ഇൻഡിക്കേഷൻ ആണ് അത്. ഫ്ലിപ്പ് ഓണിൽ പക്ഷേ ആവില്ല. നമുക്ക് ഒരു ക്ലൂ തരുന്നതാണ്. അതെ, അതിനകത്ത് പ്രഷർ ഉണ്ട് എന്നുള്ളത് ഒരു ക്ലൂ തരണം. അപ്പൊ ആ ഒരു പ്രഷർ ഡൗൺ ആയതിനു ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് 5 ലിറ്റേഴ്സ് വരെ ഉണ്ട് കേട്ടോ. ഇത് ട്രൈപ്ലൈ 5 ലിറ്റേഴ്സ് വരെ. പക്ഷെ എല്ലാത്തിനും ഓഫർ ഉണ്ട് കേട്ടോ. 5 ആയാലും 10 ആയാലും 1 ആയാലും 1.5 ആയാലും എല്ലാത്തിലും ഓഫേഴ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഹാർഡ് അനഡൈസിൽ തന്നെ ഫ്ലിപ്പ് ഓണും ഉണ്ട്. അലുമിനിയം ഹാർഡ് അനഡൈസിലും ഫ്ലിപ്പ് ഓൺ ഉണ്ട്.
ഇനി ഇതിന്റെ ഒക്കെ എക്സാക്ട് പ്രൈസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലോ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്യാം. പക്ഷെ ആ ഒരു റേറ്റിലൊന്നും ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. അതിനേക്കാളും കുറവിന് അല്ലേ? ഓൾറെഡി ഓഫേഴ്സും ഉണ്ടാവും, പിന്നെ എക്സ്ചേഞ്ച് ഓഫർ വേറെ ഉണ്ടാവും. അത് ചില പ്രോഡക്ട്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. മിക്കതും എല്ലാത്തിനും എക്സ്ചേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ഒരു നോർമൽ സ്റ്റീൽ പാത്രം പോലെ ഇത് യൂസ് ചെയ്യുന്ന ഹൈ വെയിറ്റ്. നല്ല വെയിറ്റ് ആണ്, ഒരു കാലത്തും പോകത്തില്ല, പിടി ഇളകത്തില്ല, നല്ല പാത്രം. ഇനിയിപ്പോ എനിക്കൊരു ഡൗട്ട്, ആസ് എ നമ്മൾ പ്രിപ്പയർ ചെയ്യണത് കൊണ്ട് നമുക്ക് ഈ പാത്രം ചൂടായി കഴിഞ്ഞാൽ ഇതുമ്മക്ക് ഈ ഹാൻഡിൽ ചൂടാവും. ഈ ഹാൻഡിൽ ചൂടാവാത്ത ഒരുപാട് ഹാൻഡിൽസ് ഉണ്ട്. ചിലർക്ക് ഇങ്ങനെ സ്റ്റീൽ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവർക്ക് ഇത് കൊടുക്കും നമുക്ക്. പക്ഷെ ഇങ്ങനെ ഉണ്ടെന്ന് പ്രസ്റ്റീജുകാർ അതിനും മാറ്റം വരുത്തിയിട്ടില്ല. ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഇതിലും ലിറ്റർ കണക്കിനാണ് ഉള്ളത്. അപ്പൊ ഇത് ഹാൻഡിൽ നമുക്ക് കൈ ചൂടാവുന്നുണ്ടെങ്കിൽ ചൂടാവാത്ത കുറെ പ്രോഡക്റ്റ് വേറെയും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇത്ര അല്ല 3 സൈസിൽ വരുന്നുണ്ട്. ഓക്കെ, 3 സൈസ് 3 ലിറ്റർ കേട്ടോ. അപ്പൊ ഇനി പിന്നെ വരുന്നത് നമ്മുടെ ആദ്യം മുതലുള്ള പ്രസ്റ്റീജിന്റെ പ്ലാറ്റിന എന്നൊരു മോഡലാണ്. ഭയങ്കര എക്കണോമിക് ആണ്, 5 വർഷം വാറണ്ടിയാണ്. ഒരു ചായപാത്രം നിങ്ങൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന നോർമൽ ബ്രാൻഡ് ഇല്ലാത്ത പാത്രത്തിന്റെ വില വരുള്ളൂ ഇതിന്. ബട്ട് നമ്മളൊരു പ്രീമിയം മോഡലായിട്ട് ആദ്യകാലം പോലെ ഉണ്ടായിരുന്ന സാധനമാണ്. ഇത് യൂസ് ചെയ്ത കസ്റ്റമേഴ്സ് ഇത് തന്നെ വന്ന് വാങ്ങുള്ളൂ. പ്ലാറ്റിനയുടെ പാത്രം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടല്ലേ. ഇതിന് 980 ആണ് പ്രൈസ്. 980 ഇനി എക്സ്ചേഞ്ച് ചെയ്താൽ അതിലും കുറയും. 980 rupees ആണ്. 980 rupees ആണ് എക്സാക്ട് പ്രൈസ്. വിത്ത് ഗ്ലാസ് ലിഡ് 2 പീസിന് വിത്ത് ഗ്ലാസ് ലിഡ്. അപ്പൊ 980 ആണ് ശരിക്കുള്ള പ്രൈസ്. പക്ഷെ ഇതിനും ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പൊ നല്ല ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എന്ത് ഐറ്റം അതിനനുസരിച്ച് വാല്യൂ അനുസരിച്ചിട്ട് ഇതിന് പിന്നെയും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പ്രസ്റ്റീജ് പ്രീമിയം പ്രോഡക്റ്റ് ആണ്, സാധാരണക്കാരന് യൂസ് ചെയ്യാനുള്ള പ്രൊഡക്ട്സ് ആണ് എല്ലാം ഇറക്കുന്നത്. ഇനി സാധാരണക്കാരന് വരെ ഇവിടെ വാങ്ങാൻ പറ്റും. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞു ഏത് ബ്രാൻഡ് ഏത് കമ്പനിക്കാരുടെ വേണമെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് എടുക്കും എന്ന് പറയണം. ഇനി പ്രസ്റ്റീജിന്റെ തന്നെ കൊടുത്ത അങ്ങനെ എന്തെങ്കിലും വാല്യൂക്ക് വ്യത്യാസം അങ്ങനെയല്ല. പ്രസ്റ്റീജിന്റെ ആയാലും നല്ലത്, സന്തോഷം. അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണല്ലോ, അവർക്ക് നമ്മളെ അറിയാമല്ലോ. അല്ലെങ്കിൽ വാല്യൂക്ക് വ്യത്യാസം ഒന്നും വരുന്നില്ല. അപ്പൊ ബ്രാൻഡ് ഏതായാലും കുഴപ്പമില്ല. അല്ല, എന്നാലും ചിലർക്ക് ഒരു സംശയം അവർക്ക് അങ്ങനത്തെ കസ്റ്റമേഴ്സിന് വേറെ ഇത് എന്താണെന്ന് വെച്ചാൽ, പ്രസ്റ്റീജ് എടുക്കുന്ന കസ്റ്റമർ ആകുമ്പോൾ നമ്മൾ ബില്ല് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫോൺ നമ്പർ ഓൾറെഡി പ്രസ്റ്റീജിൽ രജിസ്റ്റേർഡ് ആണ്. അവർക്ക് ഈ പോയിന്റ്സ് പർച്ചേസ് ചെയ്യുന്ന പോയിന്റ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഒരു 2000 പോയിന്റ്സ് ആയി കഴിഞ്ഞാൽ അവർക്ക് റിഡീം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ നിങ്ങൾ സാധനം വാങ്ങും തോറും പോയിന്റ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ ഫോൺ നമ്പർ ആണ് ഇവിടെ തരുന്നതെങ്കിൽ ആ നമ്പറിൽ തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഗ്യാസ് സ്റ്റൗ, കുക്കേഴ്സ് ഒക്കെ വാങ്ങുക. ഇപ്പോൾ പോയിന്റ്സ് ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കും. ഈ പോയിന്റ്സ് 2000 പോയിന്റ്സ് ആകുമ്പോൾ നമുക്ക് റിഡീം ചെയ്യാം. അപ്പോൾ 2000 റുപ്പീസിന്റെ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റോറിൽ വരണം. അതായത് പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് സ്റ്റോർസിൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു ആലുവയില് ഇത് ഇവിടെ കമ്പനി സ്റ്റോർ ഇവിടെ ആലുവയില് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ, വേറെ സ്ഥലത്തൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ഇതിന്റെ തന്നെ നമുക്ക് ലിറ്റർ കണക്കിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ 3 സൈസിലാണ് വരുന്നത്. ഹാൻഡിൽ ലെങ്ത് ഉള്ള 3 സൈസ്, പിന്നെ ഡുവൽ ഹാൻഡിൽ വരുന്നതാണ് ബാക്കി. ഇത് ഈ ഇപ്പുറത്തെ സൈഡ് കാണിച്ചത് ഇതാവുമ്പോ കൈ പൊള്ളില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡിൽ കൈ പൊള്ളാത്തത്. പിടിക്കുമ്പോൾ നമുക്ക് തുണിയും വേണ്ട ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ബോട്ടം സാൻഡ്വിച്ച്ഡ് ബോട്ടം ആണ്, നമുക്ക് അടി പെട്ടെന്ന് കരിഞ്ഞു പോവില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത. ഈ സാൻഡ്വിച്ച് ബോട്ടം അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതുപോലെ ഫ്ലെയിം ഡയറക്റ്റ് ആയിട്ട് പാത്രത്തിന്റെ അടിയിൽ തട്ടുന്നില്ല. ഇടയിലൊരു ഗ്യാപ്പില് സാൻഡ്വിച്ച് ചെയ്തിട്ടുള്ള ഒരു പീസ് വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അടിയിൽ വേറെ കളറായിട്ട് കാണുന്നുണ്ടല്ലോ, അതെന്താ സംഭവം? അടിയില് വേറെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള അലുമിനിയം പാത്രങ്ങൾക്കുള്ളതാണ്. അത് ഇപ്പം നമ്മുടെ ഈ അലുമിനിയം ഇത് കണ്ടോ, ഇതിന്റെ അടിയിൽ ഇത് ഇൻഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ്. അങ്ങനെയാണ് നമ്മൾ നോക്കി മനസ്സിലാക്കി എടുക്കേണ്ടത് അല്ലേ? ഇത് ആകുമ്പോൾ നമുക്ക് ഇത് ഇൻഡക്ഷനിൽ വെക്കാം, ഇത് ഓൾറെഡി വെക്കാം, സ്റ്റീൽ ആയതുകൊണ്ട് വെക്കാനും പറ്റും. ഇത് അലുമിനിയം ആണ്, ഇതിന്റെ ബേസ് ഇൻഡക്ഷൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കുറെ ടിപ്സുകൾ, ഭയങ്കര ടിപ്പുകളാണല്ലോ തന്നെ. അപ്പൊ എല്ലാവർക്കും കിച്ചണിൽ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ പുതിയതായിട്ട് പെണ്ണുങ്ങൾ അടുക്കള കയറുന്നവർക്കാണെങ്കിൽ അവർക്കൊക്കെ നല്ല ടിപ്സ് ആയിരിക്കും. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പാല് കാച്ചിൽ, വീട് പാർക്കിലൊക്കെ വരുമ്പോഴും നല്ല ഇപ്പൊ തന്നെ മേടിച്ചു വെച്ചോട്ടോ, അതിന് കാശ് ലാഭിക്കാൻ കുറെ ഓഫേഴ്സ് ഉണ്ട്. 33 to 55% ഓഫ് ഉണ്ട് ഇപ്പൊ ഓൾറെഡി എക്സ്ചേഞ്ച് ഇല്ലാണ്ടുള്ള ഓഫറാണോ? എക്സ്ചേഞ്ച് ഓഫർ 55%, 33 തൊട്ട്. കുക്കറിന് 24% to 42% വരെ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
അത് വലിയ കുക്കർ കൊണ്ടുവന്നാൽ 42% വരെ കിട്ടും. ഓക്കെ. ചെറിയ കുക്കർ കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കുക്ക്വെയർ കൊണ്ടുവരുന്നെങ്കിൽ അതിന് 24% ആയിരിക്കും. പിന്നെ ഇതിനിടയ്ക്കുള്ളത് ഒരുപാട് പാത്രം കൊണ്ടുവരാനനുസരിച്ച് ഇപ്പൊ 2 ഫ്രൈ പാനോ അങ്ങനത്തെ സംഭവം കൊണ്ടുവരായാലും നമുക്ക് കുക്കർ എടുക്കാം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എന്ത് കയ്യിലുള്ളത് വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ നേരത്തെ തട്ടിന്റെ മുകളിൽ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും, നമുക്ക് ആവശ്യമില്ലാണ്ട് പൊടി പിടിച്ചിട്ടുള്ള സംഭവങ്ങൾ. അത് ക്ലീൻ ചെയ്യാണ്ട് അങ്ങനെ തന്നെ കൊണ്ടുവന്നാൽ അത്രയും സന്തോഷമല്ല ഞങ്ങൾ. കാരണം നീ ഇപ്പൊ ക്ലീൻ ചെയ്യണം, ഈ അത് സ്റ്റോറിൽ കൊണ്ടുപോകണം, അങ്ങനെ ഒരു മടി പിടിച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ ക്ലീൻ വരെ ചെയ്യണ്ട, നിങ്ങൾ അത് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നോ, എന്നിട്ട് ഇവിടുന്ന് പുതിയ ഐറ്റംസ് കൊണ്ടുപോക്കോ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി അടുത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കുക്ക്വെയർ ആണ്. ബിരിയാണി പോട്ട് എന്നൊക്കെ പറയും ആൾക്കാർ. ബിരിയാണി ഉണ്ടാക്കാം, ചിക്കൻ കറി, പിന്നെ ഇങ്ങനെ വലിയ ഒരു ഫാമിലി മെമ്പേഴ്സ് കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ വലിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ബേസിക് കോട്ടിംഗ് ആണ് വരുന്നത് ഇതിൽ. 3 ലെയർ കോട്ടിംഗ് ആണ് വരുന്നത്. നോൺ സ്റ്റിക്ക് ആണ്. 3 ലെയർ കോട്ടിംഗ് വരുന്നുണ്ട് ഇതിൽ. ഇത് അലുമിനിയം ആണ്, ബട്ട് ഇത് ഇൻഡക്ഷൻ ബേസ്ഡ് ആണ്. ബാക്കിൽ നോക്കിയാൽ അറിയാം, അടിയിൽ നോക്കിയാൽ അറിയാം. ഒമേഗ സെലക്ട് എന്ന് പറഞ്ഞ പ്രസ്റ്റീജിന്റെ പഴയ കസ്റ്റമേഴ്സിന് അറിയുന്നതാണ്. അവരുടെ മൈൻഡിൽ ഒമേഗ സെലക്ട് ഉണ്ടാവും. കാരണം അത്രയും വർഷം പഴക്കമുള്ള പാത്രങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പാചകം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, പാത്രം ഏതാണ് യൂസ് ചെയ്യുന്നത് അതും ശ്രദ്ധിക്കണം നമ്മൾ പാചകം ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ പാചകം ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഫാമിലീനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഹൈജീനിക് എന്തായാലും നോക്കിയിരിക്കും. പിന്നെ ഇത് അത് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ കോട്ടിങ് കഴിഞ്ഞാൽ അടുത്ത വരുന്നതാണ് ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡോട്ട്സ് ഉള്ള കോട്ടിംഗ് ആണ് ഗ്രാനൈറ്റ്. അതെന്താ ഇതും തമ്മിലുള്ള നമ്മൾ പറഞ്ഞ 3 ലെയർ കോട്ടിംഗ് ആണ്. ഇത് 5 ലെയർ കോട്ടിംഗ് ആണ്. 5 ലെയർ കോട്ടിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗ്രാനൈറ്റിന്റെ എന്ത് കണ്ടാലും അത് കുറച്ചുകൂടി ലെയർ കൂടുതലായിരിക്കും. നമ്മുടെ പ്രസ്റ്റീജിന്റെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ ഡോട്ട് വരുന്നില്ലേ, അതിന് ഗ്രാനൈറ്റ് എന്നാ പറയുന്നത്. അതെ, വേറെ ബ്രാൻഡ്സിൽ നമ്മുടെ ബ്രാൻഡ് ഗ്രാനൈറ്റ് എന്നാ പറയുന്നത്. അത് ഇതിനേക്കാൾ 1 ലെയർ കോട്ടിംഗ് കൂടുതലാണ്. ഓക്കെ. അപ്പൊ ഇത് 5 ലെയർ ആയിരിക്കും, അതാവുമ്പോൾ 3 ലെയർ ആയിരിക്കും. ഉള്ളിൽ ആ ഒരു ഗ്രാനൈറ്റിന്റെ ഡിസൈൻസ് വരുന്നത് കൊണ്ടാണ് ആ ഒരു ഗ്രാനൈറ്റിന്റെ പേര് ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നുണ്ട് അല്ലേ? ഇത് അടുത്തതാണ്. അതിന്റെ ഇടയിൽ ഒരു സംഭവം വിട്ടുപോയി. വോക്കുന്നോ? ഇതിന്റെ ഈ പാത്രത്തിന്റെ പേരാണോ? ചീനച്ചട്ടി മറ്റേ പിടിയുള്ള ഇതിന് ഓ ഇതിങ്ങനെ പറയണത് അല്ലേ? ഓക്കെ. ഇത് എത്ര ലിറ്റർ വരെ നമുക്ക് ലിറ്റർ അല്ല, ഇത് ആക്ച്വലി നമ്മളിപ്പം കിലോ കണക്കിന് ആ kg ഇതിലാണ്. പിന്നെ ഹാൻഡിൽസ് ഉണ്ടല്ലോ, ഈ ഹാൻഡിൽ ചൂടാവില്ല. സ്റ്റീൽ ആണെങ്കിലും ചൂടാവില്ല. ഞാനത് ചോദിക്കായിരിക്കായിരുന്നു. ഇത് ഇങ്ങനെ കാരണവശാലും ചൂടാവില്ല. ഇല്ല അല്ലേ? ഇല്ല. സ്റ്റീലാണ്. അപ്പൊ ഇതുമിക്ക് ചൂട് തട്ടി കഴിഞ്ഞാൽ ഇതുമിക്ക് കേറില്ല. ഉറപ്പ്? 100% ഗ്യാരണ്ടി. അപ്പൊ എന്തായാലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാമല്ലോ. മറ്റു പാത്രങ്ങളെ പോലെയല്ല, ഇത് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ഇത് ഞാൻ ആ കുക്കർ പറഞ്ഞില്ല, ഹാർഡ് അനഡൈസ്ഡ് ബോഡിയാണ്. ഹാർഡ് അനഡൈസ്ഡ് ബോഡി ആയതുകൊണ്ട് കുക്കർ എന്തായാലും ഈ പാത്രം ഡാമേജ് ആവില്ല, കംപ്ലൈന്റും വരില്ല. അപ്പൊ അതുകൊണ്ട് 1 ലെയറും കൂടെ കോട്ടിങ് കൂട്ടി 6 ലെയർ ആക്കി. ഓ, അപ്പൊ ശരിക്കും പറഞ്ഞു എത്ര ലെയർ വരെ ഉണ്ട് ഇവിടെ? ഇപ്പൊ മൊത്തത്തിൽ നമുക്ക് 3 ലെയർ തൊട്ട് 6 ലെയർ, 3, 5, 6 അങ്ങനെ ലെയേഴ്സ്. ഇതിന്റെ പേര് ഡ്യൂറാസ്റ്റോൺ ആണ്. ഡ്യൂറാസ്റ്റോൺ. ഓക്കെ. മറ്റേത് ഗ്രാനൈറ്റ് ആയിരുന്നു. ഓക്കെ. ഇത് ഗ്രാനൈറ്റ്, ഇത് ഡ്യൂറാസ്റ്റോൺ ആണ്. ഇത് ഡ്യൂറാസ്റ്റോൺ. ഓക്കെ. അതിന്റെ ഉള്ളിലത്തെ ഈ ഡിസൈൻസിനെ പറയണത്. അപ്പൊ അതിനനുസരിച്ച് ഒരെണ്ണം കൂടി ലെയർ കൂടുമ്പോൾ അതിന്റെ പേരാണ്. ഓക്കെ. അപ്പൊ ഇതും വിത്ത് ലിഡ് അടക്കം വരുന്നത്. ഇതിൽ തന്നെ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതിന് ലിഡ് ഇല്ലല്ലോ? ഇതിന് ലിഡില്ല. ഇത് ലിഡില്ലാത്ത ടൈപ്പാണ്. പാനായിട്ട് യൂസ് ചെയ്യുന്ന പാൻസ് ഉണ്ട്. ഇതിന്റെ പാൻ ഉണ്ട്. ഇതാകുമ്പോ വിത്ത് ലിഡ് അടക്കം. ഇത് കുക്ക് ആൻഡ് സെർവ് രണ്ടും ചെയ്യാൻ പറ്റും. സ്റ്റോറും ചെയ്യാം. നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനും പറ്റും. 3 പർപ്പസ് ആയിട്ട്. അപ്പം മൾട്ടി പർപ്പസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി അടുത്തേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇഡ്ലി ചെമ്പല്ലേ? ഇതൊരു മൾട്ടി കടായി എന്ന് പറയും ഇതിന്. ഇതൊരു മൾട്ടി കടായി ആണ്. ഇതിപ്പം ഇതൊക്കെ അതിന്റെ ഉള്ളിൽ പെട്ട സംഭവമാണ്. ഇതൊക്കെ അതിന്റെ കൂടെ. ഓക്കെ. അപ്പൊ എത്ര തട്ട് കിട്ടുന്നുണ്ട് നമുക്ക്? 4 തട്ട് വരും. 4 അല്ലേ? ഒരെണ്ണം സ്റ്റീം ചെയ്യാനുള്ളത്, അതുപോലെ പ്ലെയിൻ ആയിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാനുള്ളത് തന്നെ. പിന്നെ 2 ഇഡ്ഡലിയുടെ വരുന്നുണ്ട്. ഇത് ഇഡ്ഡലി ഒന്നും വേണ്ട, നമുക്ക് ചിക്കൻ കറി, ബിരിയാണി, കറീസ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ചിക്കൻ അല്ല മട്ടൺ എന്തും ഇത് ഉണ്ടാക്കാം. ഇത് വളരെ ബോഡി ഭയങ്കര ഹാർഡാണ്, ഹാർഡ് അനഡൈസ്ഡ് ആണ്. സെയിം ആ ഒരു 5 ലെയർ, 6 ഒരുപാട് കാലം നിൽക്കും. ഇത് ഡാമേജ് വരില്ല. ഓക്കെ. ഓയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. നോൺ സ്റ്റിക്ക് അല്ല ഇത്. ഓക്കെ. ഇതിൽ ഓയിൽ യൂസ് ചെയ്യാം. നോർമൽ നമുക്ക് സ്റ്റീലൊക്കെ യൂസ് ചെയ്യണ പോലത്തെ സാധാരണ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലേ? ഓക്കെ. ഓക്കെ. പിന്നെ നമുക്ക് കൂടുതൽ വെള്ളത്തിലാണല്ലോ ഇതിന്റെ വരുന്നത്. നമുക്ക് ബോയിൽ സ്റ്റീം ആണല്ലോ കൂടുതൽ. ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ ഇഡ്ഡലി തട്ടുണ്ട്.
പിന്നെ ആവി കയറ്റാനുള്ള സ്റ്റീം ചെയ്യാനൊക്കെ ആയിട്ട് രണ്ടെണ്ണം. ഇത് രണ്ടും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വരയ്ക്കാൻ നമുക്ക് ആ ഒരു പാത്രം പോലെ നമുക്ക് ഇതിൻ്റെ അടിയിൽ കുറേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അടിപൊളി ചൂടായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ പറയുമ്പോൾ തന്നെ ആ ചൂട്ടോടെ ഇങ്ങനെ ആവി പറക്കുന്ന ആ ഒരു ഫീല്. അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ ശരിക്കും ഇപ്പോൾ എത്ര 6 എണ്ണത്തിൻ്റെ വരുന്നത് ഇത് വരുന്നത്, അത് എണ്ണം കൂടുതലുള്ളതിൻ്റെ വരുന്നുണ്ടോ? അല്ലല്ല, ഇതാ ലാർജ് സൈസ്. അതിൻ്റെ ചെറുത് വരുന്നുണ്ട്, വലുതില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ തട്ടായിട്ടുള്ളത് 6 എണ്ണത്തിന് 4 ഇതും പിന്നെ 2 പാത്രമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അടുത്തത് നമ്മുടെ പണ്ടത്തെ കാസ്റ്റ് ആയേണ്ടത് ഇരുമ്പ്. ഇരുമ്പിനും വരുന്നുണ്ടല്ലേ പ്രസ്റ്റീജില്? പ്രസ്റ്റീജിൽ ഇരുമ്പുണ്ട്. വിലയും കുറവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എത്ര വരും വില? ഇപ്പോൾ ഇതിന് വരുന്നത് 2250 230 ആണ്. എക്സ്ചേഞ്ച് 1400 ആ റേഞ്ച് വരും ഇരുമ്പിന്. അപ്പോൾ ഇരുമ്പിൻ്റെ ഇത് 2 സൈഡ് പിടുത്തമുള്ളത് വരുന്നുണ്ട്, പിന്നെ ഇത് ഒരെണ്ണമായിട്ട് വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇരുമ്പ് പക്ഷെ അടിയിൽ അങ്ങനെ വേണ്ട, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടിയിൽ അങ്ങനെ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ. കണ്ട മറ്റേത് കാണിക്കുന്ന പോലെ അതില്ല. അപ്പൊ ഇത് ഇരുമ്പായ ഇതിന്റെ അടിയിൽ അങ്ങനെ ഇത് വരുന്നു. അല്ല, അത് അലുമിനിയത്തിനാണ് വരുന്നത്. അപ്പൊ ഇതിന് അങ്ങനെ പ്രശ്നം വരില്ല, കംപ്ലൈന്റ് വരില്ല പാത്രത്തിനല്ല ശരിക്കും അതിന് വരില്ല. അപ്പൊ ധൈര്യമായിട്ട് വിശ്വസിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ ഇരുമ്പിന്റെ ഈ 2 മോഡലുള്ള അല്ലല്ല, ഒരുപാട് മോഡലുണ്ട്. നമുക്ക് ദോശയൊക്കെ ചൂടാനുള്ള ഉണ്ട്, പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഉണ്ട്, വലിയ ഫ്രൈ പാൻ ഉണ്ട്. ഗ്രില്ലിങ് വരുന്നുണ്ട്. ഗ്രില്ല് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇരുമ്പിന്റെ, ഇതെല്ലാം കാസ്റ്റ് ചെയ്യണം. അപ്പോൾ കാസ്റ്റ് അയണിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോർ ഉണ്ടോ? ഇല്ല, ഓൺലൈൻ നമുക്ക് ബുക്ക് ചെയ്തിട്ടേ പറഞ്ഞാലും ഞങ്ങൾക്ക് എവിടെ ഡെലിവറി കൊടുക്കാം. അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അല്ല, നിങ്ങളുടെ പ്രോഡക്ട്സ് ഒക്കെ നോക്കാം. shop.ttk prestige.com നോക്കിയാൽ മതി. അപ്പൊ എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ട് അതിൽ നോക്കിയാൽ മതി. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അവിടെ. ആ സൈറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. 1000+ എന്ന് പറയുമ്പോൾ വീഡിയോ ലെങ്ത് ആയാലും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്ര അധികം കാണിക്കാനുണ്ട് കേട്ടോ. ഇനി അടുത്തേക്ക് ഈവൻ മിൽക്ക് കുക്കർ ഉണ്ട് നമുക്ക്. പണ്ടത്തെ മിൽക്ക് കുക്കർ അല്ലേ, പാത്രം കരിയില്ല. അതായത് പാത്രത്തിൽ തിളക്കില്ല, പാത്രത്തിന്റെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചിട്ടേ നടുക്ക് വെള്ളം ഒഴിക്കും. ഇതിന്റെ ഇത് തുറന്നിട്ട് വെള്ളം ഒഴിക്കും. ഇത് തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാൻ പറ്റും ഇതിന്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് അത് വെള്ളം തിളച്ചിട്ട് അപ്പൊ പാത്രം ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാണ്ട് പാല് തിളച്ച് പോവാം. അപ്പൊ എത്ര ലിറ്റർ വരെ? ഇത് 3 ലിറ്റേഴ്സ് വരെ, 1 ലിറ്റർ to 3 ലിറ്റർ. ഓക്കെ. പിന്നെ ട്രൈപ്ലൈയുടെ കടായി ഉണ്ട്. ഇത് നല്ല ഫാസ്റ്റ് സെല്ലിംഗ് സാധനമാണ്. എന്ത് പ്ലൈ എന്ന് പറഞ്ഞാൽ? ട്രൈപ്ലൈ എന്ന് പറഞ്ഞാൽ 3 ലെയർ സ്റ്റീല്, ഔട്ടർ ബോഡി സ്റ്റീല്, ഇന്നർ ബോഡി സ്റ്റീല്, നടുക്കൂടെ അലുമിനിയം. ട്രൈപ്ലൈ ഈവൻലി പെട്ടെന്ന് കുക്കാവും. അതായത് ഒരുപോലെ കുക്കായി വരും. എല്ലാ സ്ഥലത്തേക്കും അതിന്റെ ഒരു ഫ്ലെയിം ഹീറ്റ് സ്പ്രെഡ് ആവും. ഡെസിപ്പേഷൻ ഫാസ്റ്റ് ആയിരിക്കും അലുമിനിയം. ഇതിന്റെ പല സൈസും ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ പഴയ ആദ്യം മുതലുള്ള പാത്രങ്ങളാണ്. ബിരിയാണി പോട്ട് 12 ലിറ്റർ. ഇത് 12 ലിറ്ററോ? ബിരിയാണി പോട്ട് 12, 16. 12 ലിറ്റർ ആയാലും 3800 സംതിങ് ഉള്ളൂ കേട്ടോ. പക്ഷെ അതിനും റേറ്റ് കുറയും. പിന്നെ ഇതൊക്കെ ഹാർഡ് അനഡൈസിന്റെ സെയിം നമ്മുടെ കുക്കർ ബോഡിയുള്ള അതേ സെയിം സാധനം തന്നെ, കുറച്ച് മോഡൽ വ്യത്യാസമായിട്ട് റൗണ്ട് ഷേപ്സ് വ്യത്യാസം, ക്വാണ്ടിറ്റി അനുസരിച്ച് മാറും. പിന്നെ ഇത് പനിയാരക്കൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ണിയപ്പവും ഇതൊക്കെ ചുടുന്നതാണ്. ഉണ്ണിയപ്പച്ചട്ടിയില്ലേ? ഉണ്ണിയപ്പച്ചട്ടി എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ വ്യത്യാസം കാണിക്കണ്ടല്ലോ. ഈ അടിയിലും ഇതിന്റെ ഗ്രാനൈറ്റ് മോഡൽ എന്താ വ്യത്യാസം? അല്ല, അത് കളർ ചേഞ്ച് ആണ്. ഇത് സൈസിലാണ് വ്യത്യാസം, എണ്ണത്തിൽ വ്യത്യാസം വരുന്ന. ഓക്കെ. അല്ലാണ്ട് ഇതിന്റെ വ്യത്യാസം. പിന്നെ ഈ ഒരു സംഭവം എന്താ? അത് ഈ മുട്ട ബോയിൽ ചെയ്യാം നമുക്ക്. ഇതിൽ മുട്ട ചെയ്തെടുക്കാം, ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പനിയാരക്കൽ പോലെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ വേണം സ്റ്റീം ചെയ്തെടുക്കാം, ഈ മൂടിയിട്ടിട്ടേ സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഒന്നുമില്ല, ഒരു ഫ്രൈങ് പാനായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. മൾട്ടിപർപ്പസ് ആണ് അല്ലേ ഇതെല്ലാം കൂടിയിട്ട്? ഓക്കെ. അതിനും അധികം റേറ്റ് ഒന്നുമില്ല. ഉള്ളി 1575 വരും. അതിനും ഡിസ്കൗണ്ടും എക്സ്ചേഞ്ചും ഉണ്ട്. ഓക്കെ, അടിപൊളി. ഇത് എന്ത് മെറ്റീരിയൽ? അപ്പോൾ ഇത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ആയാലും ഇല്ല കുഴപ്പമില്ല, സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ്. ഇനി വരുന്നത് ഇതൊക്കെ നമുക്ക് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ പല എണ്ണത്തിന് വ്യത്യാസം വരുന്നത് കേട്ടോ. അതിൽ ലിഡ് ഉള്ളതുകൊണ്ട് ലിഡ് ഇല്ലാത്തതും ഉണ്ട്. പിന്നെ വരുന്നത്
പിന്നെ നേരത്തെ നമ്മൾ ആദ്യം കണ്ടത് തന്നെ സെയിം ഒമേഗ സെലക്ട് എന്ന് പറഞ്ഞാൽ പല സൈസിലുള്ള പല ഷേപ്പിലുള്ള പാത്രങ്ങളും. അതിലൊക്കെ നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. ഏപ്രിൽ 16 സ്റ്റാർട്ട് ചെയ്തു, അത് ജൂൺ 30 വരെയാണ് ഈ ഒരു ഓഫർ വരുന്നുണ്ട്. ഇത്രയും അധികം ഓഫറിന്റെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് 33 to 55% ഓഫർ വരുന്നത്, ഓഫേഴ്സ് വരുന്നത്. പിന്നെയും കുറെ വെറൈറ്റീസ് ഇനിയും നമ്മളൊരു ഏണിയുണ്ട്. പ്രസ്റ്റീജിന് ഏണി ആർക്കും അറിയില്ല, പക്ഷേ യൂസ് ചെയ്യുന്നവർ ഇത് തന്നെ വാങ്ങുള്ളൂ. പലരും പറഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. പ്രസ്റ്റീജിന് നമുക്ക് വളരെ സ്ട്രോങ് ലാഡറാണ് കേട്ടോ. 5 വർഷം വാറണ്ടി ഉണ്ട് ഇതിന്. എത്ര രൂപ വരും ഏകദേശം? ഇതിന്റെ വില വന്നിട്ട് 4000 ആണ് വില വരുന്നത്. അത് ഡിസ്കൗണ്ട് 3000 സംതിങ് വരും. ഇതാദ്യം പറയായിരുന്നില്ലേ, ഞാൻ അറിഞ്ഞില്ലേ. ഞാൻ 6000 റുപ്പീസ് കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ളൂ, 2 മാസം എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അത്രേ വരുള്ളൂ. 5 വർഷം വാറണ്ടി ഉണ്ട്. എന്റെ 3000 രൂപ പോയില്ലേ? പോയി സാരില്ല, ഇനി അത് പെട്ടെന്ന് കേടാവും. കാരണം അത് ബ്രാൻഡഡ് അല്ല ഞാൻ മേടിച്ചത്. അപ്പൊ ബ്രാൻഡഡ് ഇനിയും വന്ന് മേടിക്കാം, പക്ഷെ ഈ 1 മാസത്തിന്റെ ഉള്ളിൽ വന്ന് മേടിക്കണം, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പോവും. പിന്നെ ഇനി എന്താണ് അത് തന്നെ ഡ്യൂറാസ്റ്റോണിന്റെ ദോശ തവയുണ്ട്, ഗ്രാനൈറ്റിന്റെ ദോശ തവയുണ്ട്, ഫ്രൈ പാനിൽ തന്നെ ഡ്യൂറാസ്റ്റോണിന്റെ ഫ്രൈ പാൻ ഉണ്ട്, പിന്നെ ഹാർഡ് അനലൈസ് ഉണ്ട്. ഹാർഡ് അനലൈസ് യൂസ് ചെയ്യുമ്പോൾ ഓയിൽ യൂസ് ചെയ്യണം. ഈ ഡ്യൂറാസ്റ്റോണും അത് പലർക്കും അറിയില്ല കേട്ടോ. ഇത് വരുമ്പോൾ നമുക്ക് ഓയിൽ യൂസ് ചെയ്യും. ഇതാകുമ്പോ നമുക്ക് ഫ്രൈ പാൻ ഓയിൽ കുറവ് മതി, ഓയിൽ കുറച്ച് മതി, നോൺ സ്റ്റിക്കി ആയിരിക്കും. പിന്നെ ട്രൈപ്ലൈഡ് തന്നെ ഇതുണ്ട്. ഇതാകുമ്പോ ഓയിൽ എന്തായാലും യൂസ് ചെയ്തേ പറ്റും. അത് സ്റ്റീലാണ്, പക്ഷെ അത് ഫ്ലെയിം കുറവ് മതി. ഗ്യാസ്. പിന്നെ അതുപോലെ ഇൻഡക്ഷനിലാണെങ്കിലും ലോ ഇതിൽ ചെയ്യാൻ പറ്റുന്ന. പിന്നെ നമ്മുടെ തടുക്കാപ്പാൻ നമ്മളെ ഈ കടുക് വറുക്കാനും ഇതിനൊക്കെ എടുക്കുന്നത്. ഇതിന് എങ്ങനെയാ ഇത് ഒരു മോഡലുള്ള ഒരു വലിയൊരു സൈസും കൂടെ വരും, നെക്സ്റ്റ് സൈസും കൂടി 2 സൈസ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ കുറെ ദോശ തവകളാണ് ഇരിക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കിയ, ദോശ ഉണ്ടാക്കിയ, പിസ എന്ത് കടയിൽ ആയിക്കോട്ടെ, അത് നമ്മുടെ ഇഷ്ടം. പിന്നെ ഈ ഒരു അതൊരു ഗ്രിൽ പാൻ ആണ്. ഇതിൽ നമുക്ക് എണ്ണ ഈ ലെവൽ വരെ ഒഴിച്ചാൽ മതി. ഫിഷോ ചിക്കനോ എന്ത് വേണേലും ഇത് ചെയ്തെടുക്കാം. ഫിഷ് ആയാലും എങ്ങനെ വേണേലും. പിന്നെ അത് മൾട്ടി പർപ്പസ്, അതായത് ദോശ എന്ന് പറയാം, കുട്ടി ദോശ ഇല്ലേ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ട് പല കളികൾ കളിക്കണം. അത് മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ ഒരു 3 ദോശ ചുട്ടു, അടുത്തത് 2 ദോശ ചൂടാൻ വേണമെങ്കിൽ ഒരു ബുൾസൈ ഉണ്ടാക്കാം, വലിയൊരു ഓംലെറ്റ് ഉണ്ടാക്കാം. ഇങ്ങനെ മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് പല പല രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈ പാൻ. ഇനി നമ്മുടെ ഇത് ജഡ്ജ് എന്നൊരു ബ്രാൻഡാണ്, പ്രസ്റ്റീജിൻ്റെ ആണ്. പ്രസ്റ്റീജ് ഒരു UK ബേസ്ഡ് ബ്രാൻഡാണ്. ഇപ്പം പ്രസ്റ്റീജ് വാങ്ങി. ഇത് ഒരു നോർമൽ സാധാരണ നമ്മുടെ ഈ ആൾക്കാർക്ക് വില പേടിയായിരിക്കും, പ്രസ്റ്റീജ് ഭയങ്കര വിലയാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായി കാണും വില കുറവാണെന്നുള്ളത്. അതിലും വില കുറവാണ്, പ്രസ്റ്റീജിനേക്കാളും വില കുറവാണ്. നമ്മുടെ പ്രോഡക്റ്റ് തന്നെയാണ്. ജഡ്ജ് എന്ന പേരിലാണ് നമ്മൾ ഇറക്കുന്നത്. ജഡ്ജ് എന്നുള്ള പേര്, പക്ഷേ ബൈ പ്രസ്റ്റീജ്. സെയിം പ്ലാനിൽ തന്നെയാണ് ചെയ്യുന്നത്. സെയിം ക്വാളിറ്റി. അതെ. ബാക്കിയുള്ള ബ്രാൻഡ്സ്, അതായത് നോർമൽ ബ്രാൻഡ്സ് ഇല്ലേ, അവരുടെ കമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ്. റേറ്റ് വളരെ കുറവാണ്. ഇത് കുറവായിരിക്കും. ക്വാളിറ്റിക്ക് മാറ്റമൊന്നുമില്ല. എക്സ്ചേഞ്ച് ഉണ്ട്. ഇങ്ങനത്തെ തന്നെ ആയിരിക്കും. ഈ 3 പാത്രം ഇല്ലേ, ഈ 3 പാത്രം ഇതിന് 2820 ആണ്. ഈ 3 കൂടിയോ? അത് എക്സ്ചേഞ്ച് വരുന്ന സമയത്ത് ഒരു 2000 രൂപ ആ റേഞ്ച് വരും. 3 പാത്രത്തിന് വെറും 2000 രൂപ എക്സ്ചേഞ്ച് വരുമ്പോൾ. അടിപൊളി. അപ്പോൾ നമ്മളെ മെയിൻ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ്, ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് മിക്സിയിൽ തന്നെ ഇത്ര അധികം മോഡൽസ് വരുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് മോഡലുകൾ ഉണ്ട് ഇവിടെ. ഡിസ്പ്ലേ ചെയ്യാൻ സ്ഥലം സൗകര്യം കുറവാണ്. നമുക്ക് എൻഡൂറ 1000 വാട്ട്സ് ആണ് വരുന്നത്. ഫുൾ കോപ്പർ ആണ്. എൻഡൂറ പ്രോ ആണിത്. ഇതിൽ ഇത്രയും നമുക്ക് ഇത് കിട്ടുന്നതാണ്. 37 to 46% ഡിസ്കൗണ്ട് ഉണ്ട്. ജ്യൂസറുണ്ട്. പിന്നെ കംപ്ലീറ്റ് എല്ലാം ഇത് ഷെഡ് ചെയ്യാൻ പറ്റും. ഫിംഗർ ചിപ്സ് ഉണ്ടാക്കാൻ ഓൾ ഇൻ വൺ ആണ് തോന്നുന്നത് ഇതെല്ലാതും. അപ്പൊ ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത്? ഡിസ്ക് ഇതിൽ മാറ്റാം. നമുക്കിപ്പോൾ ചോപ്പ് ചെയ്യാനാണെങ്കിൽ ഇത് ചെയ്യാം, മിൻസിംഗ് ബ്ലേഡ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അഡ്ജസ്റ്റബിൾ സ്ലൈസർ, ഈ കുക്കുംബറൊക്കെ പല സൈസിൽ കട്ട് ചെയ്യാൻ പറ്റും. ഓണിയൻ കട്ട് ചെയ്യാം ഇതില്. പിന്നെ ഷേപ്പ് വ്യത്യാസം, ഇത് റിവേഴ്സിബിൾ ഷെഡിങ് എന്ന് പറയും. അപ്പൊ ഇതിന് ഈ ചെറുതായിട്ട്, ഈ ചെറിയ നേരിയതായിട്ടൊക്കെ സലാഡ്സിന് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയാ, എനിക്കിപ്പോ വയൽ വരുന്നില്ല, ഭയങ്കരമാണ് ഷെഡിങ്. ഇത് വരുമ്പോ അത് നമുക്ക് ഫിംഗർ ചിപ്സിന് വലുതായിട്ട്. ഓക്കെ, ഒരെണ്ണം വീണു, സോറി. അപ്പൊ ഈ ഒരു സംഭവം ജ്യൂസറിന്റെ ആണ്, ജ്യൂസിങ് അറ്റാച്ച്മെന്റ് ആണ്. അത് ഇത് വന്നിട്ട് നമ്മുടെ മുസംബിയൊക്കെ ചെയ്യില്ലേ, ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട്. ഓക്കെ,
അപ്പോൾ അങ്ങനെ ഒരു ജാർ തന്നെ പല പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് മെയിൻ ആയിട്ട് മൾട്ടി പർപ്പസിന് യൂസ് ചെയ്യുന്ന എല്ലാത്തിനും കൂടിയിട്ടായിട്ടുള്ളതാണ്. കാണുമ്പോൾ വലുതാണ്, അതിനേക്കാളും വലിയ വലിയ വർക്കുകളൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് നോർമലായിട്ട് വരുന്ന ചെറിയ ജാറ്, ചട്നി ജാറ്, ഡ്രൈ ജാറ്, അങ്ങനെ എല്ലാ തരം ജാറുകൾ വരുന്നുണ്ട്. ഇത് ജ്യൂസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൂടാണ്ട് നോർമലായിട്ട് ഇത് വന്നിട്ട് പ്രോ എന്ന് പറയും, അതായത് എൻഡൂറ പ്രോ എന്നാ പേര്. എൻഡൂറയുടെ 6 ജാറുണ്ട്. ഇത്രയും അറ്റാച്ച്മെന്റ്സ് ഇല്ല, ഒരു 6 ജാറ് മാത്രമായിട്ടുള്ളതുണ്ട്, 6 ജാർസ്. അതിന് നോർമൽ ഒരു മിക്സി പോലെയാണ്. അതിൽ വരുന്ന അഡീഷണൽ ഇതെന്ന് പറഞ്ഞാൽ ഇതാ വരുന്നത്. ഇതിലൊരു ആട്ട നീഡർ ഉണ്ട്, ആട്ട കുഴയ്ക്കാനുള്ളതും, പിന്നെ വെജിറ്റബിൾ ചോപ്പറും ഉണ്ട് അതിൻ്റെ കൂടെ വരും. പിന്നെ ഒരു ചെറിയൊരു മിക്സോ ജാർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമുക്ക് ചെറുതായിട്ട് പൊടിച്ചെടുക്കാനും ഇതൊക്കെ പറ്റും. ഇതിന് വേറെ ലിഡ് വരും, നമുക്ക് ഇതിൽ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക, അല്ലെങ്കിൽ ടേബിളിൽ വയ്ക്കുകയോ ചെയ്യാം. അത് 1000-ലാണ്. പിന്നെ 1000 വാട്ട്സ്. പിന്നെ വരുന്ന 750 വാട്ട്സ്. ഇത് 6 ജാർ ഉണ്ട്. ഈ എൻഡൂറ പ്രോ വന്നു, 6 ജാർ വന്നു, 4 ജാറുണ്ട്, 3 ജാറും ഉണ്ട്. ഇത്രയും വേരിയൻസ് ഉണ്ട്. അതുപോലെ ഡിലൈറ്റ് പ്രോയിലും 6 ജാറ്, 4 ജാറ്, 3 ജാറ് ഇങ്ങനെയുണ്ട്. ഇതിനും ഡിസ്കൗണ്ട് ഉണ്ട്, എക്സ്ചേഞ്ചും ഉണ്ട് കേട്ടോ എല്ലാത്തിലും. ഈ മിക്സിക്ക് മിക്സിനെ കൊണ്ടുവരുന്ന കുക്കറായാലും ഫ്രൈ പാൻ എന്ത് വേണമെങ്കിൽ അതിനെ നമ്മൾ കൊണ്ടുവരുന്നതിന് വാല്യൂ എനിത്തിങ് ഫോർ എനിത്തിങ് എന്ന് പറയുന്നതാണ്. എന്നാലും ഒരു ഡൗട്ട് ചോദിക്കേണ്ടത് നമ്മൾ, കാരണം പുറമെയുള്ളവർക്ക് പിന്നെയും പിന്നെയും വീണ്ടും ഹലോ ഏത് പത്രം കൊണ്ടുവന്നാലും കുഴപ്പമില്ല, അതിനേക്കാളും ഭേദമല്ല ഒന്നുകൂടി ക്ലിയർ ആക്കി കൊടുക്കാം. ഓക്കെ. അപ്പൊ എന്ത് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആയാലും മുകളിൽ എന്താ സ്റ്റോറേജിൽ വെക്കുന്നത്, ഇങ്ങനെ പല സ്ഥലത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കണം. അതൊക്കെ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെയാണ്, അപ്പോൾ ഒക്കെ ക്ലീൻ ആക്കാം വീട് നല്ല രീതിയിൽ. എല്ലാതും പുതിയ ഐറ്റംസ് നമുക്ക് വീട്ടിൽ, പിന്നെ നല്ല നല്ല ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ പുതിയതായിട്ട് ആൾക്കാരൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ നല്ല ഹൈജീനിക്കായിട്ട് ഒന്നുകൂടി കൊടുക്കട്ടെ. അപ്പോൾ ഈ മിക്സിയൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ലൈക്ക് എന്താ പറയുക, ആദ്യകാല മിക്സിയാണ് നമ്മുടെ ഇത്. അപ്പോൾ അതിപ്പോഴും നമ്മൾ അതിനെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പരിചയമുള്ള കസ്റ്റമേഴ്സ്, ഇത് ഉപയോഗിച്ച കസ്റ്റമേഴ്സ് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് ഇതിനേക്കാളും ഏറ്റവും പഴയ ടൈപ്പ് ഇതാണ് ഏറ്റവും ഫസ്റ്റ്. നമ്മൾ പ്രസ്സിൽ ഏറ്റവും ഫസ്റ്റ് അല്ല, ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു മിക്സിയാണ്. അപ്പൊ അതിന്റെ കളർ കോഡ് കണ്ടില്ല, ഓറഞ്ച് ബ്ലാക്ക്. സിമിലർലി അതിന്റെ ഒരു ഗ്രൈൻഡറും ഉണ്ട്, അന്നേ ഉള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു വെർട്ടിക്കൽ ഗ്രൈൻഡറാണ് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വെർട്ടിക്കൽ ഗ്രൈൻഡർ ഇത് 1.5 ലിറ്റേഴ്സ് ആണ്. 2 ലിറ്ററിന്റെ ഉണ്ട് നമ്മളത്. ശരിക്കും 1 ലിറ്റർ തൊട്ടാണ് തുടങ്ങുന്നത്. 1 ലിറ്റർ അല്ല, 1.5 ലിറ്റേഴ്സ് തൊട്ടാണ് തുടങ്ങുന്നത്. അത് എത്ര വരെ പോവും? 2 ലിറ്റേഴ്സ് വരെ. 2 ലിറ്റർ വരെ പോവും. 1-ന് താഴെയാണ് മിക്സി മതിയല്ലോ. എന്നാലും ചിലര് മിക്സി തന്നെ വേണ്ട, ചിലർക്ക് ഗ്രൈൻഡർ ഈ കല്ലുമ്മിട്ട് അരച്ചിട്ടുള്ള ദോശ തന്നെ വേണമെന്ന് അതാവുമ്പോ നമുക്ക് ചൂട് കൂടുതൽ, ഇതാവുമ്പോ അങ്ങനെ ചൂടിന്റെ പ്രശ്നം വരില്ല. അപ്പൊ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആയാലും ദോശയായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ കുറച്ചുകൂടെ ഡിജിറ്റൽ വെർഷൻ ആണ്. ഇത് സെയിം സാധനം തന്നെയാണ്, ഒരു ഡിജിറ്റൽ സ്വിച്ചസ് ഒക്കെ ഉള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ കല്ല് യൂസ് ചെയ്യണത് എങ്ങനെ? കല്ലാണ്, ഇതിന്റെ കല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് കല്ലാണ്. ഇത് 2 കല്ല് വരുന്നത്. അപ്പൊ ഈ 3 കല്ല് വരുന്നത് അങ്ങനെ 2 കല്ലാണ്. നമ്മളെ എഫിഷ്യന്റ് മോട്ടറാണ്, വളരെ എഫിഷ്യന്റ് മോട്ടറാണ്. അപ്പൊ 2 കല്ല് മതി. ഓക്കെ. കല്ല് പിന്നെ 3 കല്ലാകുമ്പോൾ കല്ലിന്റെ സൈസാ കുറയുന്നത്. ഇത് വലിയ കല്ലാണ്. അപ്പൊ നമുക്ക് ഈ സെയിം സ്പേസിൽ ആ 3 കല്ല് കൊള്ളിക്കണ്ടേ? 3 കല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രിക്ഷൻ കൂടും, കാരണം പോയിന്റ് ഓഫ് കോൺടാക്ട് കൂടുതലായി. 2 കല്ലെന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ കുറയും, അപ്പൊ ഫുഡിന്റെ ടേസ്റ്റ് കൂടും. അങ്ങനെ കുറെ ടിപ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രസ്റ്റീജിന് ഇങ്ങനെയും ബാർബിക്യൂ ഉണ്ട്. ബാർബിക്യൂ നമ്മൾ ക്രിസ്മസ് സീസണിലൊക്കെ ഏറ്റവും കൂടുതൽ മൂവിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം. ഇതിനും ഓഫർ നടക്കും, എല്ലാത്തിനും ഓഫർ. ഇതൊക്കെ ഇപ്പോഴത്തെ 2000 സംതിങ്, അപ്പൊ 2400 ആണ്. ഇപ്പൊ ഒരു 1900 ആ റേഞ്ച് വരും. ആ റേഞ്ചിനൊക്കെ പിന്നെയും കുറയും. എക്സ്ചേഞ്ച് ചെയ്ത് കേൾക്കുമ്പോൾ നല്ല നല്ല ഓഫേഴ്സും ഉള്ളത് കൊണ്ട് നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സൈസ് വരുന്ന എങ്ങനെയാണ്? 2 മോഡലുണ്ട്. ഇത് 2 മോഡലുണ്ട്. കുറച്ചുകൂടി വലിയതാണോ? കുറച്ചുകൂടി വലുതാണ്. വരുന്നുണ്ട്. പിന്നെ ഇതാവുമ്പോൾ കാറിൽ നമുക്ക് മടക്കി വെച്ച് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് നമുക്ക് ഇപ്പൊ തന്നെ ആ ഗ്രില്ല് ചെയ്യണ ഒരു സംഭവം നമ്മളിങ്ങനെ ഊഹിക്കാണ്. പിന്നെ ഈ കളറുള്ള സെറാഗ്ലൈഡ് എന്ന് പറയും. സെറാഗ്ലൈഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് സിറാമിക് ആണ്, സിറാമിക് കോട്ടിങ് ചെയ്ത് വരുന്നതാണ്. നോൺ സ്റ്റിക്ക് തന്നെയാണ്. സെയിം ആ ഒരു, പക്ഷേ എത്ര ലെയർ ഉണ്ടാവും ഇത്? ഇത് ഹാർഡ് സിറാമിക് കോട്ടിംഗ് എന്നാണ് പറയുന്നത്. ഒറ്റ ലെയറിൽ തന്നെ ഹാർഡായിട്ട്
സെറമൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവം. അപ്പം അങ്ങനെ 6 ലെയർ വരെയൊക്കെയുള്ള വെസൽസ് ഇവിടെ കിട്ടുന്നതാണ് പ്രസ്റ്റീജിൽ. അത് നമുക്ക് ഓൺലൈൻ വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്കും എത്തിച്ച് തരുന്നതായിരിക്കും. ഇത് കൂടാണ്ട് പ്രസ്റ്റീജിന് ഇങ്ങനത്തെ സംഭവം ഇത് ക്ലീൻ ഹോം എന്ന് പറഞ്ഞിട്ട് ഡിവിഷൻ ഉണ്ട്. അറിയില്ല. ഞാനിത് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണാറ് ചൂലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇതെന്താ സംഭവം ശരിക്കും? അതായത് ക്ലീൻ ഹോമില് നമുക്ക് ഈ ചൂല് വരുന്നുണ്ടല്ലോ, അതായത് പുല്ലിന്റെ ചൂല. ഇത് പ്രസ്റ്റീജിന്റെ തന്നെയാണോ? പ്രസ്റ്റീജിന്റെയാണ്. പ്രസ്റ്റീജിന് ചൂലും വരുന്നുണ്ട് കേട്ടോ. വാവ്, അടിപൊളി. ഒരുപാട് ഗവൺമെന്റ് ഓഫീസുകാർക്ക് അറിയാം ഇതുണ്ടെന്ന്. അവർ ഞങ്ങളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു. നമുക്ക് നല്ല സെയിലുള്ള ഒരു സാധനം ഉണ്ടാവും ഇതില്. അവിടെ ഇതിന്റെ വില 190 ആണ്. നമ്മളൊരു സാധാരണ പുൽച്ചൂലിന് 140 രൂപ, 140 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് കാലം ലാസ്റ്റും ചെയ്യും. ഇതിന്റെ പിടുത്തം ഇതൊക്കെ നല്ല ഗ്രിപ്പാണ്, നല്ല ഹൈറ്റും ഉണ്ട്. ഒരുപാട് കുരിഞ്ഞ് ഇതിനും എക്സ്ചേഞ്ച് ഉണ്ടായി. ഇതിന് എക്സ്ചേഞ്ച് അല്ല, ഇത് ഈ ഒരു സംഭവം ഉണ്ടെന്നേ എനിക്ക് അറിയില്ലായിരുന്നു. ഇനി എന്നെ പോലെ നിങ്ങളും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പ്രസ്റ്റീജുകാർക്ക് ചൂലും ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ മോപ്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ മോപ്പുകൾ, സ്പിൻ മോപ്പൊക്കെ കസ്റ്റമറിന് അറിയുന്നതാണ്. പിന്നെ ഇത് നോർമൽ മോപ്പുണ്ട്. കസ്റ്റമർ എന്ന് പറയുമ്പോ സ്ഥിരമായിട്ട് പ്രസ്റ്റീജ് മേടിക്കുന്നവര് അല്ലാത്തവരുണ്ട് കേട്ടോ. ഞങ്ങളൊന്നും അറിയാത്തവരാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. നോർമൽ ഇതാണ്. പിന്നെ മൈക്രോ ഫൈബർ വരുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട്. അതും പ്രസ്റ്റീജ് എന്നുള്ള ഫുൾ കവറോട് കൂടിയിട്ടാണ് കണ്ടോ. ബ്രാൻഡ് സാധാരണ നിങ്ങൾ കടയിൽ മേടിക്കുന്നില്ലേ മറ്റു ബ്രാൻഡ്സ്, ആ പ്രൈസേ ഉള്ളൂ ഇതിന്. അധികം റേറ്റ് ബ്രാൻഡഡ് ആയാലും നമുക്ക് ആ ഒരു റേറ്റ് വരുന്നുള്ളൂ അല്ലേ. ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും പേടിക്കണ്ട. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ പ്രസ്റ്റീജ് അല്ലേ. പിന്നെ നമുക്കത് എടുത്ത് യൂസ് ചെയ്തവർക്ക് അറിയാം. യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പ്രസ്റ്റീജ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാം എന്താണ് പ്രസ്റ്റീജ് വരുന്നത്. അപ്പൊ ഇത് കൂടാണ്ട് വേറെ നമുക്ക് ആവശ്യമുള്ള ഗ്ലൗ ഉണ്ട്. നമുക്ക് 1 മാസം 1.5 മാസം നമുക്ക് എത്ര റഫ് യൂസ് ചെയ്യാനും ഗ്ലൗസ് വീട്ടിൽ ആവശ്യമില്ല. അതെ. പിന്നെ ഗ്യാസിന്റെ പൈപ്പ്, മൈക്രോ ഫൈബർ, പിന്നെ സ്പെയർ പാർട്സ് ഉണ്ട്. കുക്കറോ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഇവിടെ വന്നാൽ മതി. സർവീസും ഉണ്ട്. സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. ഈ നമ്മുടെ കംപ്ലൈന്റ് ഉള്ള സാധനങ്ങൾ വിളിച്ചു പറഞ്ഞ കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മുടെ ഇപ്പോൾ ഇലക്ട്രിക്കൽ ഐറ്റംസ് ആയ ഈ മിക്സർ, ഗ്രൈൻഡർ, പിന്നെ ഗ്യാസ് സ്റ്റൗസ്, ഹുഡ്, ഇങ്ങനത്തെയൊക്കെ വീട്ടിൽ തന്നെ ആള് വരും. വിളിച്ച് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാന്നേ ഉള്ളൂ. മറ്റുള്ള സാധനങ്ങൾ കസ്റ്റമർ ഇപ്പം കുക്ക്വെയർ ഒക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് സർവീസ് ചെയ്ത് കൊടുക്കും. ഇല്ലാത്തതിന് ഞങ്ങൾ സർവീസ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ബുക്ക് ചെയ്തിട്ട് അവിടെ ആളെ എത്തിക്കും. അപ്പോൾ എന്തായാലും സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കേണ്ട ആ നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇപ്പോൾ റേറ്റ് ഏകദേശം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ കയ്യിലുള്ള പാത്രങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ആലുവയിൽ വരാം. ആലുവയിൽ വന്നു കഴിഞ്ഞാൽ അറിയാനൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ലൊക്കേഷൻ വരാണെങ്കിൽ എങ്ങനെയത്? നമ്മുടെ ഈ മെട്രോ സ്റ്റേഷൻ ഉണ്ട്, ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ബാങ്ക് ജംഗ്ഷനിലേക്ക് ഒരു 150 മീറ്റർ വന്നാൽ വില്ലേജ് ഓഫീസാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. വില്ലേജ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വില്ലേജ് ഓഫീസ് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ഓപ്പോസിറ്റിൽ കാണുന്നത് ബിൽഡിങ്ങിൽ തന്നെയാണ് നമുക്ക് പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് കമ്പനി സ്റ്റോർ വരുന്നത്. ഇത് കൂടാണ്ട് ഒരു ചെറിയ സാധനം കൂടി ഇവിടെ ഇരിക്കുന്നതാണ്. അത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ഒരു സംഭവം അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ. ഇതെവിടെ ഇരുന്നോട്ടെ. ഇനി ഇത് എന്താ സംഭവം? പ്രസ്റ്റീജുകാർക്ക് വാക്യൂം ക്ലീനറോ? അടിപൊളി. ഇതെന്ന് പറഞ്ഞാൽ 1200 വാട്ട്സ് ആണ്. പിന്നെ ഇതിന് നിങ്ങൾ ബാഗ് ഒന്നും വേണ്ട. ഈ ഇടയ്ക്കിടയ്ക്ക് ബാഗ് മാറി ഫെഡപ്പ് ആകുമല്ലോ, അതിന്റെ ആവശ്യമില്ല. ഇത് കളക്ട് ചെയ്യുന്നത് ഇതിനകത്തൊക്കെ കളക്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതിൽ കളക്ട് ചെയ്യും. നമുക്ക് ഡസ്റ്റ് ഇതിനെ കഴുകി ക്ലീൻ ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഉണക്കി ഇതുപോലെ തന്നെ തിരിച്ചു വെക്കാൻ പറ്റും. ഇതിന് നല്ലൊരു ഫിൽറ്ററും ഉണ്ട്. ഇതിന്റെ പ്രത്യേകത വെറ്റ് ആൻഡ് ഡ്രൈ നമുക്ക് യൂസ് ചെയ്യാം. ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫിൽറ്റർ യൂസ് ചെയ്യാം. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫിൽറ്റർ ഊരി വെച്ചിട്ട് നമുക്ക് തന്നെ ഊരാനേ ഉള്ളൂ. കൈ കറക്കുക, ഊരുക. ജസ്റ്റ് ഊരിയത്. ഈ ഫിൽറ്റർ ഇടയ്ക്കിടയ്ക്ക് മാറ്റണോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം? ഈ ഫിൽറ്റർ ഒരുപാട് കാലം നിൽക്കുന്ന ഫിൽറ്ററാണ്. നിൽക്കില്ല. ചില വാക്യൂം ക്ലീനറിലൊക്കെ ഫിൽറ്റർ പോവും, മാറ്റാൻ പറയാറുണ്ട്. ഫിൽറ്റർ ആണ് അതിൽ വരുന്നത്. ഈ ടൈപ്പ് അല്ല. ഇത് കുറച്ച് കനുണ്ട്. നമുക്ക് കണ്ടോ, ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ വളയണമൊന്നുമില്ല. നല്ല ടൈപ്പ് ആയിട്ടുള്ള ഫിൽറ്ററും അല്ല കേട്ടോ. അല്ല, നോർമൽ വേറെ. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതൊരു നല്ല ടൈപ്പ് ഒരു പ്ലാസ്റ്റിക്കിന്റെ പോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് നൈലോന്റെ ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റ് ആയിട്ടിരിക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി അല്ലേ? നമുക്കിപ്പോൾ ഇത് കഴുകി എന്താ നിങ്ങൾ പൊടി തട്ടിയിട്ടും പിന്നെ ഈ വാക്യൂം ക്ലീനറിലെ
ഇതിൽ തന്നെ ഫോഴ്സ്ഡ് എയർ അടിച്ചാൽ തന്നെ നല്ല ക്ലീൻ ആക്കി കിട്ടും. നല്ല ക്ലീൻ. ഓക്കെ, സുഖമായിട്ട് നമുക്ക് എന്താ പറയാ ട്രാവലിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. കാരണം ഇത് ചെറിയ ഡ്രൈ ആണ്, വെറ്റ് ആൻഡ് ഡ്രൈ തന്നെയല്ല, ചെറുതാണ്. അപ്പൊ നമുക്ക് കൺവീനിയന്റ് ആണ് പോവാൻ. വീല് വരും ഇതിന് 4 വീലും ഫിറ്റ് ചെയ്തിട്ടില്ല. വീല് ഇവിടെ ഈ ഒരു 4 സൈഡില് ഫിറ്റ് ചെയ്യാനുള്ള പിന്നെ അറ്റാച്ച്മെന്റ്സും ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്സ് ഇതിൽ. അതെ, ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഈ പിടുത്തം ഇവിടെ ഇതാ, ഇത് ലോക്കിംഗ് സിസ്റ്റം ആണ് കേട്ടോ ഇത് വരുന്നത്. ഇത് ലോക്കിംഗ് സിസ്റ്റം ആണ്. പിന്നെ ഇതിന്റെ കൂടെയുള്ള ഫിറ്റിംഗ്സ് ഒന്ന് കാണിച്ചു തരും. ഫിറ്റിംഗ്സ് ഇപ്പം ഇത് 2 ആണുള്ള ബോക്സിലുണ്ട്. മറ്റേ ഇത് കാർഡ്ബോർഡ് ബോക്സിൽ വരുന്നത് അല്ലേ? ഓക്കെ, അത് 2 ടൈപ്പ് ആയിട്ടാ വരുന്നത്. ഒരെണ്ണം പിന്നെ ഇത് വരും. രണ്ടും നമുക്ക് അറ്റാച്ച് ചെയ്ത് ചെയ്യാനും പറ്റും. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഒരുമിച്ചും വേണമെങ്കിൽ ഒരുമിച്ച് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ ഇത് വീലായിരിക്കും എനിക്ക് തോന്നണം. ഇത് വീലാണ് വരുന്നത്. അപ്പോൾ പ്രസ്റ്റീജുകാർക്ക് വാക്യൂം ക്ലീനർ വരെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇതും അതുപോലെ ഈ മോപ്പ് ഇതൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ആകെ നമ്മുടെ മനസ്സിൽ എന്താ പ്രസ്റ്റീജ് എന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡ് ഐറ്റംസ്, അതിൽ കുക്കർ, ഗ്യാസ്, അങ്ങനെ ഫ്രൈ പാൻസ്, അങ്ങനത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇത് അങ്ങനെ നമുക്ക് പാചകം ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങൾ മാത്രം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവുണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ പുതുമയുള്ള ഒരു അറിവായിരുന്നു. അപ്പോൾ ഇനി പെട്ടി ഓട്ടോറിക്ഷയായിട്ട് ഞാൻ കുറേ സാധനങ്ങളായിട്ട് വരാം. ഇപ്പം തൽക്കാലം ഇതിനുള്ള സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ട് ഫോട്ടോ ഇട്ടു. അപ്പോൾ അത് ഒരു 3 ഐറ്റം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഇനി കൊണ്ടുവരാം. അപ്പോൾ ജൂൺ 30 വരെ. ലൊക്കേഷൻ വരുന്നത് നമുക്ക് കേരളത്തിൽ ആലുവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. അവിടെ ആലുവ മെട്രോ ഉണ്ട്. മെട്രോയിൽ അവിടെ നിന്ന് ജസ്റ്റ് 100-150 മീറ്റർ ഡിസ്റ്റൻസിലാണ് വില്ലേജ് ഓഫീസ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് കമ്പനി സ്റ്റോർ. അപ്പോൾ കമ്പനി സ്റ്റോറാണ്, എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക. പക്ഷേ ഓൺലൈനിൽ ആമസോണിൽ അവിടെ ഇവിടെയൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ കിട്ടില്ല. സ്റ്റോറിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം പാത്രങ്ങളായിട്ട് ഇങ്ങോട്ട് പോകുന്നത്, ഏത് കമ്പനി ആയാലും നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാൻ പറ്റിയ ഒരു ടിപ്പ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കോട്ടിങ് ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ ഏത് തരത്തിലാണ്, എങ്ങനെയാണ് കോട്ടിങ് പോവാണ്ടിരിക്കുക, അത് വലിയൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ ഇത്ര നേരം നമ്മൾ ആ പാത്രത്തിൻ്റെ കുറേ വെറൈറ്റി കാണിക്കാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊക്കെ മറന്നു. അപ്പോൾ ടിപ്പ് എന്താണ്? നമ്മുടെ ഏത് ബ്രാൻഡിൻ്റെ ആയാലും ശരി, നമ്മളൊരു നോൺ സ്റ്റിക്ക് മേടിക്കുകയാണെങ്കിൽ കസ്റ്റമർ ആദ്യം തന്നെ എടുത്തിട്ട് വാഷ് ചെയ്ത് അങ്ങ് യൂസ് ചെയ്യുന്നത്. അതെ, ഇപ്പം ഞാൻ എൻ്റെ ബേസിക് ഇതാണ് എടുത്തിരിക്കുന്നത്, ബേസിക് കോട്ടിംഗ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ പാത്രം യൂസ് ചെയ്യുന്നതിന് മുമ്പ് സീസൺ ചെയ്യണം. നമ്മൾ ഇരുമ്പ് ചട്ടിയൊക്കെ സീസൺ ചെയ്യില്ലേ, അതുപോലെ ഇതിനെ സീസൺ ചെയ്യണം. കുറച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അറിയാം, പ്രസ്റ്റീജിൻ്റെ ഷോറൂമിൽ നിന്ന് വാങ്ങുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാലും നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ടിപ്പാണ്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എഡിബിൾ ഓയിൽ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഓയിൽ നല്ലപോലെ തേക്കുക, ഒലിക്കുന്ന രീതി തേക്കുക നല്ലപോലെ. എന്നിട്ട് ഗ്യാസിൽ സിമ്മിൽ വെച്ചിട്ട് ഓൺ ചെയ്ത് വയ്ക്കുക. ഒന്ന് ഡ്രൈ ആയി ഒന്ന് ഹീറ്റായി എന്ന് കണ്ടാൽ ഓഫ് ചെയ്യുക. എന്നിട്ട് തണിഞ്ഞതിന് ശേഷം, പാത്രം ഫുള്ളായിട്ട് തണിഞ്ഞതിന് ശേഷം വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. നോർമൽ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൈക്ക് എടുക്കാന്ന് പറയും പണ്ടത്തെ ആൾക്കാർ. ആ മൈക്ക് എടുക്കുന്ന സംഭവമാണ്. ഇപ്പം അത് നമുക്ക് നോൺ സ്റ്റിക്കിലായാലും ആ ഒരു പ്രൊസീജിയർ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ആയിട്ട് കുറേ കാലം ചിലപ്പോൾ ആ സമയത്തൊക്കെ നമ്മുടെ മക്കളൊക്കെ ആയിരിക്കും ആ പാത്രം യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ വേറൊരു കാര്യം, പാത്രം ചൂടോടെ നമ്മൾ കഴുകാൻ പാടില്ല. പൈപ്പിൽ പെട്ടെന്ന് ഇങ്ങനെ തണുപ്പിച്ച് അടുത്ത ഐറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യരുത്. അത് ചെയ്യുമ്പോഴാണ് ഈ കംപ്ലൈൻറ്റ്സ് വരുന്നത്. കുറേയൊക്കെ നമ്മളും ശ്രദ്ധിക്കണം. അവരവരുടെ ഭാഗത്തു നിന്ന് വെച്ചാൽ പ്രസ്റ്റീജുകാരുടെ ഭാഗത്തു നിന്ന് കുറേയൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ ഭാഗത്തു നിന്നും കുറേയൊക്കെ കെയറിങ് വേണം. അത് ഉപയോഗിക്കുമ്പോൾ, വാഷ് ചെയ്യുമ്പോഴും, അതുപോലെ ചൂട് ഗ്യാസ് ഓൺ ആക്കുമ്പോൾ, ഓഫ് ആക്കുമ്പോൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി ലോങ് ലാസ്റ്റ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്ഥിരം, കാരണം നമുക്ക് സമയം ലാഭിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താലല്ലേ നമുക്ക് അടുത്ത ഓഫറിന് വീണ്ടും ഈ പാത്രം കൊണ്ട് വരാൻ പറ്റുള്ളൂ അല്ലേ? അത് ശരിയാ. പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെയാ ഒരു പാത്രം തരുമ്പോൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യട്ടെ എന്നുള്ള ഇതിലാണ് തരുന്നത്. പിന്നെ പ്രസ്റ്റീജ് എന്നുള്ള ഒരു പേരും കൂടി ഉണ്ടല്ലോ. ആ ഒരു പേര് ആൾക്കാർ പറയാൻ പാടില്ലല്ലോ, പെട്ടെന്ന് ഇത് കംപ്ലൈന്റ് വന്നു പെട്ടെന്ന്. അങ്ങനെയല്ല, കുറെ കൂടി ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ നമ്മൾ മലയാളികളാണ്, നമുക്ക് അടുക്കളയിൽ എത്ര സമയം
പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റും അത്രയും ഇതൊക്കെ. അപ്പോൾ അടുത്ത ഓഫറിന് ഞാൻ വീണ്ടും ആ പാത്രമായിട്ട് വീണ്ടും വരാം കേട്ടോ. ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ വലിയ വലിയ ടിപ്പുകളാണ് കേട്ടോ. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് നമ്മുടെ കിച്ചണൊക്കെ നല്ല പാത്രങ്ങളും എല്ലാം നല്ല ഹൈജീനിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ടോക്സിക് അല്ലാത്ത നമുക്ക് കഴിക്കാം, നല്ല ഫുഡ് കഴിക്കാം. അതെ അത്രേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് തന്നെ ഫുഡ് ഒരു ചായ വരെ മേടിച്ച് കുടിക്കാൻ പേടിയാണ്. അപ്പോൾ ആ ഒരു കാലത്ത് നമുക്ക് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം എന്നെ സംബന്ധിച്ചോളം ഞാൻ എപ്പോഴും ട്രാവലിംഗ് ആണ്. ഒരു ദിവസം ഹൈജീനിക് ആയിട്ട് വീട്ടിലുള്ള ഒരു ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ നിങ്ങളും ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഇനി ബാക്കിയുള്ള വിശേഷം നമുക്ക് കമൻറ്റിൽ കൂടെ കേൾക്കാം അവരുടെ. ഓക്കെ, ബൈ.